എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യത്തീംഖാന അതൊരു ജയിൽവാസമായിരുന്നു സാർ. ഞാൻ അവിടുന്ന് എപ്പോഴും ചാടിപ്പോരാൻ നോക്കും. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇപ്പം നഷ്ടപ്പെടുന്നത്. അവരെ മുന്നിൽ വെച്ചിട്ട് തന്നെ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് കുറേ അടിച്ചു. റൂമിൽ എന്നെ പൂട്ടിയിട്ടു. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് വീട്ടിലെ സിറ്റുവേഷൻ ഇന്നതാണ്. സ്റ്റോർ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടും നമ്മളുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ്. ഒന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല. നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് ഇതെങ്ങനെ സംസാരിക്കണം എന്ന് അറിയാത്ത ഒരാൾ സ്റ്റേജിൽ നിന്നിട്ട് നിന്റെ കഥകൾ കംപ്ലീറ്റ്ലി പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും മിനിസ്റ്റർ അടക്കം എല്ലാവരും ഇരുന്ന് കരയുന്നു. 3 ഷോപ്പായി. ഈ ബ്രദർ സപ്പോർട്ട് ചെയ്യാൻ വന്നു. എത്രാം ക്ലാസ് പഠിക്കുക? 10ാം ക്ലാസ്സായി. ആൽമണ്ട് ഡയറി എന്നുള്ള പേരിൽ ഞാനൊരു ഐസ്ക്രീം ആൽമണ്ട് ഡയറി, യെസ്, ഒരു ഡയറി ബ്രാൻഡാണല്ലോ, ഞാനത് ട്രേഡ് മാർക്ക് ചെയ്തു. ജീവിതത്തിലെ ഓരോ പരാജയങ്ങളും നമുക്ക് പിന്നീട് വിജയത്തിൻ്റെ പടവുകളാണ്. തുടക്കകാലത്തെ നമ്മുടെ തിരിച്ചടികളാണ് തിരിച്ചു വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള തുടക്കം, ചെറുപ്രായത്തിൽ തന്നെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതിന് മുകളിലുള്ള വിഷമ സാഹചര്യങ്ങൾ, അതിനെയൊക്കെ തരണം ചെയ്ത് ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച ഒരു യുവാവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, സുഹൃത്തു കൂടിയായ ശ്രീ അബൂബക്കർ. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്ക് യു. അബൂബക്കറിനെ ഞാൻ കാണുന്നത് എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൻ്റെ വേദിയിലാണ്. അന്ന് താങ്കൾ എന്നോട് താങ്കളുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ ഹോട്ട് സീറ്റിൽ എന്തെങ്കിലും താങ്കളെ വിളിച്ചിരുത്തി ഈ പ്രേക്ഷകരോട് താങ്കളുടെ ഈ സ്പാർക്കുള്ള കഥ പറയണമെന്ന്. അബൂബക്കറിൻ്റെ നാട് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളടുത്ത് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ നാടാണ് എൻ്റെ വീട്. താങ്കളുടെ തുടക്കം തന്നെ വളരെ വിഷമം നിറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു താങ്കൾക്ക്. തീർച്ചയായിട്ടും. എന്തായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ? ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലിങ്ങനെ ജീവിതം പോവായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഉപ്പാക്ക്, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്, 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉപ്പാക്ക് മോട്ടോ ന്യൂറോ ഡിസീസസ് MNT എന്നുള്ള പേരിലുള്ള ഒരു അസുഖം പിടിപെടുന്നതും പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിരുന്നൊരു ഫാമിലിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് തുടങ്ങി. ഉപ്പ എന്ത് ചെയ്യായിരുന്നു? ഉപ്പ ഒരു ജീപ്പ് ഡ്രൈവറായിരുന്നു, നാട്ടിൽ ഒരു ജീപ്പ് ഡ്രൈവറായിരുന്നു. പെട്ടെന്നാണ്. ഒറ്റ മോനാണോ? അല്ല, ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ ഏറ്റവും താഴെയുള്ള ആളാണ്, മൂത്ത 2 ബ്രദേഴ്സാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഉപ്പാക്ക് പെട്ടെന്ന് ഈ അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടർമാരൊക്കെ കൂടിയിട്ട് ഒരു 3 മാസത്തോളം ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് വിധി എഴുതി. പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഉപ്പാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉപ്പാനെ ഒരുവിധം ടോപ്പ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ വലിയൊരു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഉപ്പാനെ ചികിത്സിച്ചു. ഉപ്പാക്ക് കുറേ ഡോക്ടർമാരൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് സഹായിച്ചിട്ടൊക്കെ ആയിട്ട് ഒരു 3 വർഷത്തോളം ഉപ്പ ജീവിച്ചിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒറ്റപ്പെടലുകളുടെ ഒരു ലോകം തന്നെയായിരുന്നു. മൂത്ത ആളപ്പോൾ എന്ത് ചെയ്യായിരുന്നു? മൂത്ത ആള് ശരിക്കും മതപഠനം നടത്തുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഉപ്പാക്ക് അതിൻ്റെ കംപ്ലീഷൻ ലാസ്റ്റ് സ്റ്റേജിലാണ് ഉപ്പാക്ക് ഈ അസുഖം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആൾ ഖത്തറിലേക്ക് ഒരു ഗൾഫ് ഹൗസ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി പോയി. അവിടെ പെട്ടെന്ന് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് വളരെ ചെറിയ നാട്ടിലൊരു 6000 രൂപയ്ക്കായിരുന്നു ഞങ്ങളുടെ വരുമാനം മൂത്ത ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നെ 2ാമത്തെ ബ്രദർ നാട്ടിൽ പഠിക്കുകയായിരുന്നു. 1-2 ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആകെ 3-4 വയസ്സിന് വ്യത്യാസങ്ങളുള്ളൂ, ഞാനും 2ാമത്തെ ബ്രദറും ആളുടെ മേലക്കുള്ളൂ. താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പയെ നഷ്ടപ്പെടുന്നത്? അതെ, 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉപ്പ നഷ്ടപ്പെടുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറേ, ഒറ്റപ്പെടലുകളുടെ ഒരു ലോകം തന്നെയായിരുന്നു. ഈ ഉമ്മ അങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് ഉപ്പാനെ കെയർ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഓരോ ബന്ധു വീട്ടിലൊക്കെയാണ് ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞ് പോവുക. അപ്പോൾ കൂടുതലും എന്നെ കെയർ ചെയ്യാനായിട്ട് സമയം കിട്ടിയിരുന്നില്ല ആർക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഓരോരോ വീടുകളിലൊക്കെ നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ജീവിച്ച് പോയിരുന്നു. അപ്പോൾ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കുരുത്തക്കേടെന്ന് പറയും. പ്രത്യേകിച്ച് ശ്രദ്ധയില്ലാണ്ട് ഉപ്പയും ഉമ്മയൊന്നും ആരും നോക്കാനില്ലാതെ വളരുന്ന കുട്ടികളുടേതായിട്ടുള്ള എല്ലാ വികൃതികളും എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പ്രായത്തിലുള്ള വളർച്ച ഉണ്ടായിരുന്നില്ല ശരീരത്തിന്. അപ്പോൾ കൂടുതലും എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വലിയ ആളുകളുടെ കൂടെ കളിക്കാൻ പോകും. അപ്പോൾ ഞാൻ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയാൽ അവരും കൂട്ടില്ല, കാരണം അവരെക്കാൾ വലിപ്പമുണ്ട്. അപ്പോൾ ഒറ്റപ്പെടലുകൾ അവിടെ നിന്ന് തുടങ്ങി.
അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവരെന്നെ കളിക്കാൻ കൂട്ടാതെ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടത്ത് ഫുട്ബോൾ പോസ്റ്റ് ഇല്ലേ, അത് ഞാൻ ഒരു ദിവസം കൊണ്ടുപോയി കുത്തിമുറിച്ച് പിന്നെ കത്തിച്ചു ദേഷ്യത്തിൽ, എന്നെ കളിക്കാൻ കൂട്ടാത്ത എൻ്റെ ദേഷ്യത്തിൽ കുറേ ദിവസങ്ങളോളായിട്ട്. അപ്പോൾ അത് ഇവരറിഞ്ഞു എന്നെ. അന്ന് തന്നെ ഞാനിതുപോലെ ഏതൊരു കുട്ടിയുടെ സൈക്കിളിൻ്റെ ട്യൂബൊക്കെ ടയറൊക്കെ കുത്തി പൊട്ടിച്ചിരുന്നു, അത്ര വികൃതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇന്നവരിത് അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഉപ്പ മരണപ്പെട്ടിരിക്കുന്ന സമയം, ഉപ്പ മരണപ്പെട്ടിട്ട് ഇദ്ദയിലിരിക്കാന്ന് പറയുമ്പോൾ ഒരു വർഷം ശരിക്കും ഒരു വർഷമല്ല, കുറഞ്ഞ കാലങ്ങളെ വേണ്ടുള്ളൂ. പക്ഷെ ഉപ്പാടുള്ള ഇഷ്ടം കൊണ്ട് ഒരു വർഷം വരത്തേക്ക് ഉമ്മാക്കിയിരുന്നു. അപ്പോൾ ആ സമയം വീട്ടിൽ ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നത് എനിക്കറിയില്ല. തോന്നുന്നു ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, എനിക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ മരണപ്പെട്ടു, ആ ഒരു ബുദ്ധിമുട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എന്നെയും കൊണ്ട് ഈ നാട്ടുകാർ വീടിൻ്റെ അവിടുന്ന് അമ്മായിയുടെ വീട്ടിൽ ഞാൻ വിളിച്ചിരുന്നായിരുന്നു ഈ പോസ്റ്റൊക്കെ കുത്തിമുറിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് അമ്മായിയുടെ മകനും ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ട് എന്നെ നേരെ കൊണ്ടുപോകുന്നതാണ് വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിൽ ഈ വിഷമത്തിലിരിക്കുന്ന സാഹചര്യം, ഇവർ നേരെ കൊണ്ടുപോയി എന്നെ ഉമ്മാൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെടുത്തു. ഉമ്മാക്ക് ഓൾറെഡി ഈ ബുദ്ധിമുട്ടുകളിരിക്കുക. പിന്നെ അവരെ മുന്നിൽ വെച്ചിട്ട് തന്നെ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് കുറേ അടിച്ചു, കുറേ തല്ലിയിട്ട്. ശരിക്കും എന്താ പറയുക, നല്ല രീതിയിൽ ഒരു മകനെ തല്ലുന്ന രൂപത്തിൽ അത്യാവശ്യം എന്നെ തല്ലി റൂമിൽ എന്നെ പൂട്ടിയിട്ടു. ഇവർ പോവുകയും ചെയ്തു. എന്നിട്ട് രാത്രിയിൽ ഉമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ എന്നെ തലോടിയിട്ട്, അന്ന് കുറേ അടിച്ച മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ തൊലയോടിയിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് വീട്ടിലെ സിറ്റുവേഷൻ ഇന്നതാണ്, സ്റ്റോർ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടും നമ്മളുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ്. ഒന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഭക്ഷണം കിട്ടിയായിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് അടുത്തടുത്ത വീടുകളിലൊക്കെ പോയിട്ട് അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷേ എൻ്റെ വീട്ടിലത്തെ സാഹചര്യം, ഉമ്മ അനുഭവിക്കുന്ന സാഹചര്യം ഞാൻ അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലേക്ക് ഉമ്മ അങ്ങനെ ഓരോന്നും ബോധ്യപ്പെടുത്തി തരിക. അപ്പോൾ വാശി, എനിക്ക് ജീവിതത്തിനുള്ള ആദ്യത്തെ വാശി വരുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഉമ്മ നമ്മളെ സാഹചര്യം ഇന്നതാണ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് ഈ നാട്ടിൽ അപ്പോൾ എനിക്ക് ഇവർ കാരണം കൊണ്ടാണല്ലോ എനിക്ക് അടി കിട്ടിയത്, നാട്ടുകാരും ഇവരൊക്കെ കാരണം കൊണ്ട്. അപ്പോൾ ഉമ്മ അവരുടെ മുന്നിൽ തന്നെ വിജയിച്ച് കാണിക്കണം എന്നുള്ള രൂപത്തിൽ എനിക്ക് വാശി കയറ്റി തരികയാണ്. അപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞ് ഒക്കെ ഉഷാറാക്കി. എന്നിട്ട് ഉമ്മ അന്ന് പറഞ്ഞ് നമുക്ക് മതപഠന അടുത്ത കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് മോനെ ഉഷാറാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാശിയായിട്ട് ഉഷാറായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി കളിക്കാൻ പോകരുത്, വൈകിട്ട് മോൻ എന്തെങ്കിലും വേറെ പരിപാടികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പോൾ ഞാനത് ആ വാശിയിൽ ഏറ്റെടുത്തു. പിറ്റത്തെ ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മായിയുടെ മകന് അമീർക്ക എന്ന പേര്. അപ്പോൾ അമ്മായിയുടെ മകൻ സമൂസ കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ ഈ സമൂസ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് കുറച്ച് സമൂസ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ കച്ചവടം അതാണ്. ഞാൻ ഈ സമൂസകൾ കൊണ്ടുപോയിട്ട് ഓരോ വീടുകളിൽ കൊണ്ടുപോയിട്ട് വൈകിട്ട് ചായയുടെ കടിക്ക് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. ആദ്യത്തെ വരുമാനം അപ്പോൾ സമൂസ. അതെ. അപ്പോൾ 50 പൈസ ഒക്കെയാണ് അന്ന് ലാഭം കിട്ടുക. അപ്പോൾ അത് അമീർക്ക് എനിക്ക് തരും. പിന്നെ അവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ കച്ചവടമൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ, അടുത്തുള്ള വീടുകളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ, എൻ്റെ ഉപ്പാടെ ഒരു സുഹൃത്ത് അലികുട്ടിക്ക, പുള്ളി ഒരു അന്നത്തെ 2000 രൂപയ്ക്കുള്ള മാക്സി നൈറ്റില്ലേ ലേഡീസിൻ്റെ, അത് ആൾക്ക് റെഡിമെയ്ഡ് കച്ചവടമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വീട്ടിലും അന്ന് റെഡിമെയ്ഡ് കച്ചവടങ്ങളൊക്കെ ഉപ്പുള്ള സമയത്ത് തന്നെ ചെയ്തിരുന്നു. നമുക്ക് കട റൂമുകൾ ഉണ്ടായിരുന്നു, അതിലൊരു റൂമിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ആൾ കുറച്ച് കൊണ്ടുവന്നു. ഞാൻ അന്ന് ഓരോ വീടുകളിലും ഒക്കെ കയറി ഇറങ്ങിയിട്ട് കച്ചവടം, അതിലാണ് കൂടുതൽ ഇപ്പോഴും എൻ്റെ നാട്ടിൽ തന്നെ മാക്സി കച്ചവടക്കാരെന്നൊക്കെ അറിയപ്പെടും ആളുകൾ. അപ്പോൾ എൻ്റെ വായൽനാവ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ നല്ല അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും ഒക്കെ അന്ന്, ഇപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഞാൻ അന്ന് ചെയ്തിരുന്ന അപ്സെല്ലിങ് ആയിരുന്നു എന്നൊക്കെ. ഞാൻ ഓരോ ആളുകളെ പോയി കാണുമ്പോൾ ഇത് താത്താക്ക് സൂപ്പർ സാധനമാണ്, നല്ല മാച്ചാണ്, ഇത് ശൈലജയുടെ തുണിയാണ്, ഇത് കളറ് പോവില്ല. ഞാൻ എന്നിട്ട് ഇത് നാവിലൊക്കെ തൊട്ടിട്ട് ഉപ്പ് രസമൊന്നും ഇല്ല, അത് സൂപ്പറാണ്, ഇത് കളറ് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 7ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ അവിടുന്നാണ് തുടക്കം. അപ്പോൾ നല്ല രീതിയിൽ മാക്സി കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഒരു മാക്സി വിറ്റ് കഴിഞ്ഞാൽ അന്ന് 170 രൂപയ്ക്കാണ് ഒരു മാക്സിയുടെ വില, 170-200 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയിട്ട് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ ഈ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തൃശ്ശൂർ ഒരു ബായിമാരെ ഷോപ്പാണ്, അവിടെ പോയിട്ട് മാക്സി എടുത്തിട്ട് വരും. ഇവിടുന്ന് പെരുമ്പിലാവിൽ നിന്ന് ബസ് കയറി തൃശ്ശൂർ പോകും, അവിടെ പോസ്റ്റ് ഓഫീസ് റോഡിൽ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ട് വരിക. 7ാം ക്ലാസ് പഠിക്കട്ടെ. അപ്പോൾ ഉമ്മാക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ നാട്ടുകാർക്ക് എന്നോടുള്ള ഒരു അനുകമ്പയും ഈ സഹതാപം ഒക്കെ കൊണ്ടും എൻ്റെ ഈ പറഞ്ഞ പോലെ വാചകടി കൊണ്ടും ആളുകൾ പെട്ടെന്ന് അവരുടെ
ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ എല്ലാവരും ചിലപ്പോൾ ഒരെണ്ണം മേടിക്കുന്ന ആളുകൾ 2 വാങ്ങും, സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടം നല്ല രീതിയിൽ നിന്ന് കിട്ടുന്ന പൈസ ഉമ്മായിക്ക് കൊടുക്കും. അപ്പോൾ ചെറിയ ചെറിയ പൈസ, ചിലപ്പോൾ ഒരു ദിവസം 300 രൂപയൊക്കെ നമുക്ക് കഴിയുമ്പോൾ ലാഭം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലാഭം കയറ്റി വെച്ചിട്ട് അടുത്ത സാധനങ്ങൾ മേടിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് നടന്നിരുന്നു. അപ്പോൾ അതിങ്ങനെ പോണതിൻ്റെ ഇടയിൽ ഉമ്മാട് പല ആളുകളും വന്നിട്ട് ഈ മോനിങ്ങനെ ഇത് ആക്കിയാൽ മതി, എനിക്ക് പഠിക്കണ്ടേ, പിന്നെ നല്ലൊരാളാവണ്ടേ എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഉമ്മ അന്ന് പറഞ്ഞിരുന്നു, നല്ലൊരു ഉപ്പാക്കൊക്കെ ഞാനൊരു മതപണ്ഡിതൻ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്നെ അവിടെ കേച്ചേരി ഉള്ളൊരു യത്തീംഖാന എന്ന് പറയും, അനാഥാഗതി മന്ദിരം, അപ്പോൾ അവിടെ കൊണ്ടാക്കി. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും തയ്യാറായി. എവിടെയും വിടാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല. അതെ, അപ്പോൾ അവിടെ ആകുമ്പോൾ അവർ പഠിപ്പും പിന്നെ അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നുള്ളൊരു ഇതും, പിന്നെ ഞാനൊരു നല്ല രീതിയിൽ വളരും എന്നുള്ള ആഗ്രഹത്തിലാണ് എന്നെ കൊണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ സാറിന് അറിയാമല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യത്തീംഖാന അതൊരു ജയിൽ വാസമായിരുന്നു സാറേ. കാരണം കോമൺലി എൻ്റെ വിഷനിൽ ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന, തൃശ്ശൂരൊക്കെ പോയിട്ട് മാക്സിയൊക്കെ എടുത്തിട്ട് ഓരോ വീട്ടിൽ പോകുന്ന എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ജയിലിലിട്ട ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. അവിടെ പലതരം കുട്ടികളുമാണ് താമസം. അതെ അതെ അതെ. അപ്പോൾ ഞാൻ അവിടുന്ന് എപ്പോഴും ചാടിപ്പോരാൻ നോക്കും. രാത്രിയിൽ ഭയങ്കര എന്താ പറയുക, സിനിമയിൽ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് രാത്രിയിലാണ് ചാടിപ്പോന്ന് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവും രാവിലെ ഇവർ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം നടക്കും. നടന്നിട്ടും വല്ല വണ്ടിയിലൊക്കെ രാത്രി 12 മണിക്ക് ലിഫ്റ്റൊക്കെ അടിച്ചിട്ട് ധൈര്യം തന്നെ വെച്ചിട്ട് അങ്ങോട്ട് പോരും, വീട്ടിലേക്ക് എത്തേണ്ട വെച്ചിട്ട്. വീട്ടിലേക്ക് എത്തിയുണ്ടാവും, ഇവരവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും കൊണ്ടുപോകും, ഒന്നും പറയാൻ കൂടി സമ്മതിക്കില്ല, തിരിച്ച് വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കുറേ ഒരു 5-6 തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അടി കിട്ടുമോ? സ്വാഭാവികമായിട്ടും തിരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഏതൊരു സ്ഥാപനം ചെയ്യുന്ന പോലെ ഒരുപാട് അടി ഇപ്പോഴും എൻ്റെ കാലുമ്പോഴൊക്കെ പാടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ഒറ്റപ്പെടലിൻ്റെ ലോകം തന്നെയാണ്. കാരണം ഉമ്മാനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എല്ലാവരെ പോലെ. അപ്പോൾ എനിക്ക് ഭയങ്കര ജീവനാണ്. അപ്പോൾ ആ സമയത്ത് ഉമ്മാനെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പ്രത്യേകിച്ച് ഉമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥയും. അപ്പോൾ ഞാൻ ഈ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ അടുത്ത് കേച്ചേരിയിൽ തന്നെ സ്കൂൾ, ഞാൻ LME സ്കൂളിലാണ് പഠിച്ചിരുന്നത്, കേച്ചേരി പട്ടിക്കര LME സ്കൂളിൽ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തൊരു ഷോപ്പിലൊക്കെ പോയിട്ട് കോയിൻ ബോക്സിലൊക്കെയാണ് അന്ന് വിളിക്കുക. പിന്നെ ഇതിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ആ ഷോപ്പുകാരനൊക്കെ ചിലപ്പോൾ 1 രൂപയ്ക്ക് തന്നിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാടെ ആ സംസാരിക്കുന്ന ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ആകെ കൂടിയുള്ള ഒരു ആശ്രയം സ്കൂളാണ്. രാവിലെ ഇവിടുന്ന് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആളുകളൊക്കെ, സ്കൂളിൽ എന്ന് പറയുമ്പോൾ സാറിനെ അറിയാമല്ലോ, നമുക്ക് ഏറ്റവും ഒരു റിലാക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലം സ്കൂളാണ്. അപ്പോൾ ഞാൻ നേരത്തെ 7ാം ക്ലാസ് വരെ നല്ലപോലെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം, പിന്നെ എനിക്ക് പഠന കാര്യത്തിലേക്കാൾ അപ്പുറം ഈ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾ, സ്കൂളിൻ്റെ മറ്റുള്ള ആർട്സും എല്ലാ കാര്യങ്ങളും, മറ്റുള്ള ഏത് കാര്യങ്ങളും ഞാൻ ഉഷാറായിരുന്നു. പാട്ട് പാടാം, നമുക്ക് എന്ത് കാര്യത്തിലും, നാടകത്തിൽ അഭിനയിക്കും, എല്ലാ കാര്യത്തിലും. അപ്പോൾ സ്കൂളിൽ അതുകൊണ്ട് തന്നെ ക്ലാസ് ലീഡറും ഞാൻ തന്നെയായിരുന്നു, സ്കൂൾ ലീഡറും എന്നെ തന്നെ ആക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ സ്കൂളിലുള്ള എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കായിരുന്നു, എന്ത് വരികയാണെങ്കിലും. കാരണം ഞാൻ എല്ലാത്തിലും പങ്കെടുക്കും. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ക്യാമ്പ് ഉണ്ടെങ്കിലും എന്തിനാണെങ്കിലും. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഈ തീരെ സഹിക്കാൻ പറ്റാത്ത സാഹചര്യം, എനിക്ക് ഈ ഇവിടെ തീരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ യത്തീംഖാനയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇനി ഞാൻ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇനി പോകണ്ടെന്നൊക്കെയുള്ള തീരുമാനം വന്നു. എന്നാൽ കൂടി എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാനുള്ളതും എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ബാക്കി സമയം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാമെന്നുള്ള പ്ലാനിങ് വന്നു. 8ാം ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയം, 7 കഴിഞ്ഞ് 8ലാണ് ഈ മറ്റേ മതപഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ വൈകിട്ടൊരു 4 മണിക്ക് ശേഷം അവിടെയുള്ള അടുത്ത് കേച്ചേരിയിലുള്ളൊരു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു ഫ്രൂട്ട് ഷോപ്പിലാണ് ആദ്യം കയറിയത്. അന്ന് ജസ്റ്റ് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ടെമ്പററിയാണ്, 1 മാസം 1.5 മാസമൊക്കെയാണ് അവിടെ നിന്നുള്ളൂ, 1 മാസത്തോളം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ, അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാക്സി കച്ചവടമൊക്കെ ചെയ്ത പരിചയമുള്ള കാരണം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി ജോലി ചോദിച്ചപ്പോൾ അവരെനിക്ക് അവിടെ ഒരു ജോലി തന്നു. അത് ഈ ഡ്രസ്സുകൾ മടക്കി വെക്കുന്ന ജോലിയാണ്. അപ്പോൾ പണ്ട് മടക്കി ശീലമുണ്ട്. അതെ, മാക്സി മടക്കി ശീലമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഈ ആളുകൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പോഴും എനിക്ക്
പല ഡ്രസ് ഷോപ്പിലും പോയിട്ട് ഒരെണ്ണം വലിച്ചിടുമ്പോൾ തന്നെ എനിക്കത് ഓർമ്മ വരും. കാരണം അവിടെ ആ സെയിൽസിൽ നിൽക്കുന്ന അത് മടക്കി വെക്കുന്ന ആളുടെ കഷ്ടപ്പാട് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. രാത്രി വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി 10 മണി വരെ ഞാനിത് നിന്നിട്ട് ഈ ആളുകൾ വന്ന് പോയതിനെ ഇങ്ങനെ മടക്കി വെക്കണം. മടക്കി വൃത്തിയിൽ ആ റാക്കിൽ സെറ്റ് ചെയ്ത്. ശമ്പളം കിട്ടും അന്നൊരു 1500 രൂപയോളം മാസം ശമ്പളം കിട്ടും. അപ്പോൾ എനിക്കത് വലിയ ആശ്വാസമാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ് 8ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ അത് അവിടെ എൻ്റെ സാഹചര്യം കണ്ടിട്ടാണ് അവർ എനിക്ക് ആ സൗകര്യം ചെയ്തു തന്നത്. ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓണർ അവിടെ വരികയായിരുന്നു. ഓണർ വന്ന് എന്നെ കണ്ടു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിട്ട് ആളിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മാസത്തെ ശമ്പളം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോൻ ഇനി ജോലിക്ക് വരണ്ട, മോൻ്റെ പഠിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തുതരാം. നല്ല മനുഷ്യൻ. അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നേരെ സന്തോഷമായി ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയിട്ട്, അന്ന് മുതൽ ഇനി ജോലിക്ക് പോകണ്ട, സ്കൂൾ കഴിഞ്ഞ് ഞാൻ കളിക്കാനൊക്കെ പോവാം, ഈ കാശ് എല്ലാ മാസം തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഇത് നമുക്ക് അർഹതപ്പെട്ട പൈസ അല്ല, നമ്മൾ ഈ ഉണ്ടാക്കിയിരുന്ന പോലെ മൂപ്പരോട് പറഞ്ഞിട്ട് ആളോട് പറഞ്ഞിട്ട് നീ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഇളവുകളോ കാര്യങ്ങളോ വരുത്തിക്കോ, അല്ലെങ്കിൽ ശമ്പളത്തിൽ കൂട്ടിയോ പറഞ്ഞു മൂപ്പരോട് ആളോട് നല്ല സമാധാനത്തിൽ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കാൻ ഉമ്മയുടെ മൂല്യം. അതെ. അപ്പോൾ ഞാൻ നേരെ ഇതെന്തെൻ്റെ ഉമ്മാക്ക് ഇത്രയും പൈസ ഒക്കെ തന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഞാനതൊക്കെ തോന്നിയിട്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്തിനാണത് പറയുന്നത്. അന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് നേരെ കൊണ്ടുകൊടുത്തിട്ട് ആളെടുത്ത് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട താക്ക് കൊടുത്തപ്പോൾ ആളെന്ത് ചെയ്ത് പിന്നെയും ആൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി, ഉമ്മാടും വീട്ടുകാരോടും എല്ലാവരോടും ഇഷ്ടം തോന്നിയിട്ട് ആളെന്ത് ചെയ്ത് എനിക്ക് ജോലിയൊന്നും മാറ്റിയിട്ട് ആളൊരു പർദ്ദക്കട തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് മാറ്റം വരുത്തി. അപ്പോൾ ആ പർദ്ദക്കടയിൽ കുറച്ചും കൂടി എനിക്ക് ഒരു കംഫോർട്ട് സോൺ ഫീൽ ചെയ്തു. മറ്റോടത്തുനിന്ന് മാറി ഇത്ര ആളുകളൊന്നും വരില്ല, പർദ്ദയാണ് മടക്കി ആ അത്യാവശ്യത്തിനൊക്കെ കുറച്ച് ആളുകൾ അവിടെ വരുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഒന്ന് രണ്ട് മാസത്തോളമൊക്കെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് മേലെ ആ പർദ്ദക്കടയുടെ മേലെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അന്ന് സൂം സ്റ്റുഡിയോ എന്ന് പറയും. അപ്പോൾ ആ സ്റ്റുഡിയോ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ അടുത്ത് ഉപ്പാടെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട്. അപ്പോൾ ഉപ്പാടെ ജ്യേഷ്ഠൻ അന്ന് എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിക്കാം. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവന്നിട്ട് ആളതിൽ പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ കമ്പ്യൂട്ടറിനോട് വീട്ടിലൊക്കെ വരുന്ന സമയത്ത് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മൂത്താപ്പാടെ വീട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടിലൊന്നും ഇല്ല. അപ്പോൾ ആകെ കുറച്ച് വീട്ടിൽ മൂത്താപ്പ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും ഇരുന്ന് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗെയിം മേലെ ഈ സ്റ്റുഡിയോയിൽ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ അതിൽ പോയിട്ട് പതുക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഒഴിവ് സമയത്തൊക്കെ അവിടെ പോയിരിക്കും. അപ്പോൾ അങ്ങനെ അവസാനം അവർ എനിക്ക് അവിടെ ജോലി അവിടേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഉണ്ടാവുക. ഞാൻ ആ ഷോപ്പിൽ ജോലിക്ക് കയറി. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വേറെ ട്വിസ്റ്റ്. ആ ഷോപ്പിൻ്റെ ഓണർ ഒരു മജീഷ്യനായിരുന്നു. മജീഷ്യൻ ജംഷീദ് കേച്ചേരി എന്ന് പറയും. ഇപ്പോഴും അദ്ദേഹം നല്ലൊരു മജീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സാണ് ഈ സ്റ്റുഡിയോ. അപ്പോൾ പുള്ളി പതുക്കെ പുള്ളിയുടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് എന്നെ കൊണ്ടുപോയി തുടങ്ങി. പുള്ളി ഒരു മജീഷ്യനാണ്, ഞാൻ ചെറിയ മജീഷ്യൻ എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ മാജിക്കാണല്ലോ കുട്ടികളുടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ മാജിക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഒരു എക്സ്ട്രാ ഇതാണല്ലോ, ഒരു കലയാണല്ലോ. അപ്പോൾ ഞാനതിൽ പുള്ളി പതുക്കെ ഓരോ ട്രിക്കൊക്കെ പഠിപ്പിച്ചു തന്നു. ചെറിയ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കൂടെ കൊണ്ടുവന്നു. കുറച്ച് വേദികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഇന്നൊക്കെ കൊണ്ടുപോയിട്ട് മാജിക്കൊക്കെ ചെയ്തു. നമ്മുടെ മുതുകാട് സാറിൻ്റെ ഒരു വേദിയിൽ എനിക്കൊരു അവസരം കിട്ടി. നമ്മുടെ അമല ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടൊരു സെഷൻ ആൾ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അവിടെ പോയിട്ട് ആളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോയി അവിടെ കണ്ടു. ചെറിയ ട്രിക്കൊക്കെ എനിക്ക് കാണിക്കാനൊക്കെ പറ്റി. സാറിന് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ മേഖല മാജിക് ഇനിയിപ്പോൾ ഇതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റായി. കാരണം എല്ലായിടത്തും നമുക്കൊരു വേറൊരു പേരുമാണല്ലോ. അതെ. പിന്നെ മാജിക്ക് കാണിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ റയറാണല്ലോ. ചെറിയ കുട്ടികൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ട്രിക്ക് കിട്ടൽ നമ്മളെ എക്സിബിഷൻസിലൊക്കെ പോയാലാണ് ചെറിയ കിറ്റുകളൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടെ വലിയ രൂപത്തിലുള്ള മാജിക് ആൾ ഖത്തറിലൊക്കെ മാജിക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ആൾ വലിയ രൂപത്തിലുള്ള മാജിക്കിൽ പെട്ടിയിൽ കളിക്കാനൊക്കെ പോകും എന്ന രൂപത്തിലൊക്കെയാണ് ഉണ്ടാവൽ. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് നല്ല രീതിയിൽ പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ മേഖല എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. സ്കൂളിൽ ആ സമയത്ത് ഇതുപോലെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എന്നെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് IT at സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ്, നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഇവിടെ കേരളത്തിൽ നടപ്പിലായിരുന്നു. അപ്പോൾ അവരുടെ ഓരോ സ്കൂളുകളിലും അതുപോലെ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഓരോ ഏരിയകളിലുള്ള കുട്ടികൾക്കൊക്കെ അവർ ട്രെയിനിങ് കൊടുക്കും. ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ട്രെയിനിങ്ങുകളുണ്ട്. അപ്പം അന്ന് ഒരു ട്രെയിനിങ് ആയിരുന്നു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ
ഒരു ട്രെയിനിങ്, അതുപോലെ വിഷ്വൽ മീഡിയ, പല പല ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തത് തന്നെയാണ്. കാരണം സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതൊരു സ്പെഷ്യൽ കോഴ്സായിരുന്നു. ഒരു 4 മാസം, ഒരു മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് ഒരു 4 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ ആദ്യത്തെ മാസം തൃശ്ശൂർ മോഡൽ ബോയ്സ് സ്കൂൾ വെച്ചിട്ടാണ്, അവിടെ ITI സ്കൂളിൻ്റെ ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെ SSITCമാരെന്ന് പറയും, സ്കൂൾ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സ്. മറ്റേത് മാസ്റ്റർ MSITCമാരെന്ന് പറയും, സാറന്മാരുണ്ടാവും പല സ്കൂളിൽ നിന്ന്, അവരൊക്കെയാണ് ഈ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ഉഷാറായിട്ട് പോയിട്ട് ആദ്യത്തെ ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. കാരണം അന്ന് ഈ കമ്പ്യൂട്ടർ കേടുവന്നത് ശരിയാക്കലാണല്ലോ. അപ്പോൾ ഈ റാമിൽ പൊടിയൊക്കെ തുടച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരാത്ത പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവും. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാനിത് അന്ന് അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന മൂത്താപ്പാടെ വീട്ടിൽ കമ്പ്യൂട്ടർ കേടുവന്നെടുക്കുക. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ മൂത്താപ്പ കുന്നംകുളത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പൈസ കൊടുത്താലാണ് അവർ വന്നത് തുടച്ചിട്ടാലൊക്കെ ശരിയാവുക. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് ഇങ്ങനെയാണ് സംഭവം, ഇതാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വന്നിട്ട് ഇത് തുറന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ മൂത്താപ്പ വരുന്നതിന് മുമ്പ്, ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ആരും അറിയേണ്ടതൊക്കെ തുറന്നിട്ട് ഇത് തുടച്ചിട്ടപ്പോൾ ഇത് ശരിയായി. ഇത് ഇത്രയും സംഭവമുള്ളൂ, ഇത് സംഭവം നടന്നു മനസ്സിലായി. അപ്പോൾ ഞാൻ നേരെ ഇതിലൊരു സാധ്യത കണ്ടു നമുക്ക്. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത കോഴ്സ്, അപ്പോൾ ഇതിന് സംശയം, അടുത്ത കോഴ്സ് വരുമ്പോഴത്തേനും പിറ്റത്തെ മാസമാണ്. സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ സ്കൂളിൽ ഇതുപോലെ 1-2 കമ്പ്യൂട്ടറുകളൊക്കെ കേടുവന്നിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് എന്ത് കിട്ടിയെന്നുള്ള ടീച്ചേഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴൊക്കെ ശരിയായി. അടുത്ത സെക്കൻഡ് കോഴ്സും കൂടി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേനും ഞാൻ സ്കൂളുകളിൽ നിന്നുള്ളതൊക്കെ, നമ്മളെ സ്കൂളിലത്തെ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലത്തെ കമ്പ്യൂട്ടറുകളൊക്കെ ശരിയാക്കി. എനിക്കിതൊരു കോൺഫിഡൻസ്. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത വീടുകളൊക്കെ പോയിട്ട് ഞാൻ അത് ശരിയാക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാക്കി. എന്തോ തൊടുന്നതൊക്കെ ശരിയാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ അടുത്തുള്ള വീടുകളിലും ഇവിടെ ഒക്കെ ആയപ്പോഴത്തേനും പതുക്കെ ഞാൻ അവിടെ അങ്ങനെ കമ്പ്യൂട്ടർ, മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേനും ഞാൻ അവിടെ കമ്പ്യൂട്ടർ ശരിയാക്കുന്ന ഒരാളാന്നുള്ളൊരു ഇത് വന്ന് പൈസയും കിട്ടി തുടങ്ങി. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കണം, 9ാം ക്ലാസ് പഠിക്കണം. അപ്പോൾ അന്ന് ഒരു കമ്പ്യൂട്ടർ ശരിയാക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് ശരിയാക്കണം ഭയങ്കര എക്സ്പെൻസീവ്, 1000 രൂപ. അവർക്ക് തോന്നിയ പൈസ ഒക്കെ വാങ്ങിയിട്ട് പോകും. അവർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റാം തുടച്ചിടാനേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനൊരു മണിക്കൂറോളം ഇങ്ങനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനാണെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു മണിക്കൂറോളം ഇരുന്ന് നോക്കിയിട്ട് ഇത് വലിയ സംഭവമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇത് തുടച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. എന്നിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനന്ന് മറ്റുള്ളവർക്ക് 1000-2000 കൊടുക്കുന്നോടത്ത് എനിക്ക് 100-200 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വേഗം വന്ന് ശരിയാക്കി നമുക്ക് ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പ്രിഫർ ചെയ്യും ആളുകൾ. പിന്നെ ഈ ഫോർമാറ്റിങ് അങ്ങനെ ഇതൊക്കെ. അപ്പോൾ ആ സമയത്താണ് ഒരാൾ കമ്പ്യൂട്ടർ പുതിയത് വീട്ടിലേക്ക് വാങ്ങണം എന്ന്. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ 3ാമത്തെ കോഴ്സ് ആകുമ്പോഴത്തേനും അസംബ്ലിങ് പഠിച്ചിട്ടുണ്ട്. 3ാമത്തെ മാസം ആകുമ്പോഴത്തേനും പുതിയ കമ്പ്യൂട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അസംബ്ലിങ്ങിന് ആദ്യമായിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ബഷീർക്ക, ഗോൾഡൻ ബഷീർക്ക പറയും. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും തൃശ്ശൂർ പോയി. ഞാൻ പറഞ്ഞ സാധനങ്ങൾ ആൾ ബില്ലിട്ടിട്ട് എനിക്ക് വാങ്ങിത്തന്ന് ഞാൻ ആളെ വീട്ടിൽ വന്നിരുന്ന് ഇത് അസംബിൾ ചെയ്തു. അന്നത്തെ നല്ല എക്സ്പെൻസീവ് Core i3, അന്ന് i3 ഒക്കെ നല്ല എക്സ്പെൻസീവ്. അപ്പോൾ ആ i3 സിസ്റ്റം ഞാൻ വർക്ക് ചെയ്തു, ഉഷാറായി സംഭവം. പുതിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു സാധ്യത മനസ്സിലായി. ഞാൻ പുതിയ കമ്പ്യൂട്ടറുകൾ വിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ഷോപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനോട് ചേർന്നിട്ട് കുറേ പീഡിക റൂമുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഷോപ്പ്, എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അപ്പോൾ അവന് ഫ്ലെക്സും ഇതൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ സ്ഥാപനം NKK കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേരിൽ, NKK എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടുപേരൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ആ പേരിൽ ഞാനൊരു സ്ഥാപനം അവിടെ. എത്രാം ക്ലാസ്സിൽ? 9ാം ക്ലാസ്, 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയം സംരംഭകനായി. ഫസ്റ്റ്. അപ്പോൾ എനിക്കറിയില്ല സംരംഭമാണോ എന്തോന്നും അറിയില്ല. നമ്മളത് ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയം കൊണ്ട് ആളുകൾ ഈ കമ്പ്യൂട്ടറുകൾ കേടുവന്നത് ഞാൻ വന്നിട്ട് ഇത് ശരിയാക്കാൻ വേണ്ടുള്ളൂ. ചിലതൊക്കെ ചിലപ്പോൾ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുന്നംകുളം പോയിട്ട് വേറെ ആളുകളെ കൊണ്ട് നേരാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ട് ചെറിയ മാർജിൻ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല വരുമാനമാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടറിൻ്റെ വാല്യൂ കുറവ്. അന്ന് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കൂടിയ സമയം. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ വരുമാനം അതിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ 4ാമത്തെ മാസം ആകുമ്പോഴത്തേനും ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് എൻ്റെ സാറന്മാരോട് പോയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. സാറന്മാരെന്ന് ഉദ്ദേശിച്ചത് ഈ ITI സ്കൂളിൻ്റെ ഇത് പഠിപ്പിച്ച ആളുകൾ. കാരണം അവർ ഞാൻ എപ്പോഴും വിളിച്ച് ചെല്ലുകയും ചെയ്യും.
അപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ നിന്നൊക്കെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതും കേട്ടിട്ട് പോകുന്നല്ലാതെ അതിനെ അതൊരു കൈത്തൊഴിൽ അത്രേ ഉള്ളൂ. അവരതിന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകുന്നല്ലാതെ അതിന് വേറൊരു വരുമാന മാർഗ്ഗം ആക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് അവർ കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് സന്തോഷമായി. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായത് കൂടിയിട്ട് അവർ എന്നെ ഒരു അവാർഡിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തു. എനിക്കത് അറിയില്ല. പിന്നെ ഒരു സംസ്ഥാനതല അവാർഡാണ്. കേരളത്തിലെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുന്ന അവാർഡിൽ ഒരു കുട്ടി എന്നുള്ള രൂപത്തിൽ എനിക്കും അവരൊരു സ്കൂളിൻ്റെ അവാർഡിന് നോമിനേറ്റ് ചെയ്തു. അപ്പോൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടാണ് ആ അവാർഡ് നടക്കുന്നത്. അപ്പോൾ അന്ന് രണ്ടാമത്തെ സെക്ഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, വിഷ്വൽ മീഡിയ ട്രെയിനിങ്. അപ്പോൾ അതും അന്നത്തെ സമയത്ത് നമ്മുടെ ഹാൻഡി ക്യാംസ് ഒക്കെയാണ്. ആ ക്യാമറയിൽ എങ്ങനെ ചിത്രീകരിക്കാം, അതിൻ്റെ ആംഗിൾസ് എങ്ങനെ വെക്കാം, ട്രൈപോഡ് എങ്ങനെ യൂസ് ചെയ്യാം, അതൊക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അന്നൊരു ഇൻ്റർനെറ്റ് ന്യൂസ് ചാനലുണ്ട്, ITH സ്കൂളിൻ്റെ ഒരു ന്യൂസ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഈ തൃശ്ശൂർ ജില്ലേനെ കേന്ദ്രീകരിച്ചിട്ട് ഇവർ എന്നെയാണ് ഹെഡാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് ഓൾറെഡി എനിക്ക് തന്ന കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്തുള്ള സ്കൂളുകളിലും മറ്റുള്ളിടത്തൊക്കെ കമ്പ്യൂട്ടർ ശരിയാക്കാനായിട്ട് എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ട്രെയിനിങ് ചെയ്ത് കൊടുക്കും, ഇതെങ്ങനെ കമ്പ്യൂട്ടർ ശരിയാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ അവാർഡിൻ്റെ കാര്യം ഇവർ എന്നെ അറിയിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വരുമാനത്തിന് കിട്ടുന്ന എമൗണ്ടിന് വീടിൻ്റെ ബാക്കിലത്തെ സൈഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ചെറിയ രീതിയിൽ ഇങ്ങനെ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് പൈസ കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് മെയിൻ ഒരു പണിക്കാരനും ഹെൽപ്പറായിട്ട് എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ മാമനൊക്കെ നിന്നിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും രസകരമായ സംഭവം ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, അവാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഉമ്മാട് അവിടെ ആരോ നിൽക്കുന്ന ആരോ പറഞ്ഞു വല്ല പേനയും പെൻസിലാവും അത് മേടിക്കാൻ പോകണ്ട പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാളെ വിട്ടിട്ട് വെറുതെ ഈ വേറൊരു പണി കളഞ്ഞു പോകണ്ടായിരുന്നു. അപ്പോൾ ആ പണിക്കാരനും പിന്നെ മാമയും കൂടി പറഞ്ഞു പേനായാലും വേണ്ടില്ല പെൻസിലായാലും വേണ്ടില്ല, മോൻക്ക് കിട്ടുന്നൊരു അംഗീകാരമാണല്ലോ, അത് നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ, ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം അവർ. എന്നിട്ട് ഞാൻ ഉമ്മാനെ ഈ അവാർഡിന് പ്രോഗ്രാമിന് കൊണ്ടുവന്നു. എനിക്ക് എന്തെങ്കിലും അവാർഡ് സാധാരണ നമ്മൾ സ്കൂളിൽ കിട്ടുന്ന ഒരു അവാർഡ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കന്ന് ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം കവർ ചെയ്യുന്നതും എൻ്റെ അവിടുത്തെ ടീമാണ്. അപ്പോൾ ഞാൻ ഓരോ കുട്ടികളെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ആംഗിൾ കവർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ ഞാൻ മഴ നനയുന്നു. അപ്പോൾ പെട്ടെന്നുണ്ട് ജില്ലയുടെ ഹെഡ് ഓടി വന്നിട്ട് എന്നെ കെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനിതെന്താ സംഭവം കൊടയൊക്കെ പിടിച്ചിട്ട് ഇതെന്താ സംഭവം ഇന്നെ തോർത്തി നല്ല മേക്കപ്പൊക്കെ കുട്ടപ്പനൊക്കെ ആക്കിയിട്ട് നേരെ സ്റ്റേജിൻ്റെ മേലെ അന്ന് വലിയ മറ്റേ മിനിസ്റ്റേഴ്സും പിന്നെ തൃശ്ശൂർ മേയറൊക്കെ വരുന്ന വലിയ പ്രോഗ്രാമാണ്. അതിൽ ഇവരുടെ സൈഡിലൊരു സീറ്റിൽ കൊണ്ടുപോയിട്ട് സ്റ്റേജിൽ ഇതിപ്പോ എന്തിനാ എന്നെ സ്റ്റേജിൽ ഇരുത്തി എന്നുള്ള രൂപത്തിൽ ഞാനൊരു 9ാം ക്ലാസ് പഠിക്കുന്ന പോയി. ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നടുവിൽ ഇങ്ങനെ കാണാണ്ട് എൻ്റെ ഉമ്മ ഒരു അബായിട്ടിട്ട് പർദ്ദട്ടിട്ട് ഒരു ബ്ലാക്ക് വസ്ത്രത്തിൽ ഒരാളവിടെ കണ്ട്. അപ്പോൾ ഉമ്മ അവിടെ ഇരിക്കുന്നത് കാണാണ്ട് ഉമ്മാടെ ഞാൻ കൈയോടെ കാട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റേജിൽ ഇങ്ങനെ അവാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മികച്ച കുറച്ച് ടീച്ചേഴ്സിനും അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള അവാർഡാണ്. അപ്പോൾ അതിൽ എൻ്റെ ഫോട്ടോ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ അവാർഡൊക്കെ ഉണ്ട്. അങ്ങനെ അവാർഡ് അവർ വിളിച്ച് ആ സമയമാകുമ്പോൾ എനിക്ക് അവാർഡ് തന്നു. മിനിസ്റ്റർ ഇവരെ കൂടി എനിക്ക് അവാർഡ് തന്നിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും. അപ്പം എൻ്റെ ഈ കഥകളൊക്കെ സാറന്മാർക്ക് അറിയാം. അപ്പോൾ അവർ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനും പറഞ്ഞു ഒരു 5 മിനിറ്റ്. ഞാനല്ലേ എനിക്കറിയില്ലല്ലോ, ഞാൻ കയറി നിന്നിട്ട് മൈക്കേം പിടിച്ച് നിന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് എൻ്റെ ഈ കഥകൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് ഇതെങ്ങനെ സംസാരിക്കണം എന്ന് അറിയാത്ത ഒരാൾ സ്റ്റേജിൽ നിന്നിട്ട് നിൻ്റെ കഥകൾ കംപ്ലീറ്റ്ലി പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഇൻക്ലൂഡിങ് മിനിസ്റ്റർ അടക്കം എല്ലാവരും ഇരുന്ന് കരയുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു കുട്ടി അങ്ങനെ നിന്ന് ആ കാലഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലല്ലോ. ഇത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ഒരുവിധം കേരളത്തിലെ എല്ലാ മുഖ്യധാര പത്രക്കാരും അവിടെ ഉണ്ട്. അവരെല്ലാവരും വളഞ്ഞ് ഈ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ ഓരോന്ന് നോട്ട് ചെയ്ത് അതെ പിറ്റത്തെ ദിവസം അതിനിടയിൽ അവർ ഒരു സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് പിറ്റത്തെ ദിവസം നേരം വെളുത്ത് നോക്കുമ്പോൾ ഞാൻ ഈ അർദ്ധരാത്രിയിൽ സ്റ്റാറായി എന്ന് പറഞ്ഞിട്ടില്ലേ സാർ, അതുപോലെ രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ എല്ലാ പേപ്പറുകളിലും എന്നെക്കുറിച്ചുള്ള ന്യൂസാണ്. ആ ന്യൂസും ആളുകളുടെ ഇടയിൽ വൻ ഹൈപ്പ്. നമ്മളൊക്കെ ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മളൊരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാവുന്ന രൂപത്തിലുള്ള സ്റ്റാർ. കാരണം പേപ്പറുകളാണ് അന്നത്തെ മെയിൻ മാധ്യമം. അപ്പോൾ പേപ്പറുകളിലൊക്കെ എല്ലാ വീട്ടിലും നാട്ടിലെ സൂപ്പർ സ്റ്റാറായി. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇന്നും അന്നും എല്ലാവർക്കും എൻ്റെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുമനങ്ങാട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല നാടുമാണ് എൻ്റെ. അപ്പോൾ അവിടെ നിന്ന്
പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേനും സാറിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് നമ്മളിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യും, സ്കൂളുകളിലും ഒക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഉദ്ഘാടനങ്ങൾ, ഇപ്പോൾ IT ക്ലബ്ബുകളുടെ ഉദ്ഘാടനങ്ങൾ, അവാർഡ്, ഇപ്പോൾ എനിക്ക് ഓരോ സ്ഥലങ്ങളിലും ആദരിക്കലുകൾ, ഇപ്പോൾ ഈ ക്ലബിൻ്റെ ആദരിക്കലുകൾ, വായനശാല ആദരിക്കൽ, പിന്നെ അങ്ങനെ പല പല ഭയങ്കര നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ സാറേ, അതുപോലെ ജീവിതം ഒരു കുറച്ച് കാലത്തേക്ക്. അപ്പോൾ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ് ഉഷാറായി പോകുന്നുണ്ട്. കാരണം ഭയങ്കര ഹൈപ്പല്ലേ കിട്ടിയത്. ഒറ്റയടിക്ക് ചെറിയ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ കമ്പ്യൂട്ടർ ശരിയാക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ എൻ്റെ നാടുകളിൽ നിന്ന് മാറി പിന്നെ പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്വീകരണങ്ങളായി, പിന്നെ പഞ്ചായത്തുകളുടെ കമ്പ്യൂട്ടർ ശരിയാക്കുന്ന വർക്കുകൾ എനിക്ക് കരാറുകളായിട്ട്, പിന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും ഒരുപാട് സാറന്മാർ, ഇപ്പോഴും എനിക്ക് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത സാറന്മാർ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ പേഴ്സണൽ ബന്ധമാണ്. കാരണം നമുക്ക് ഈ അവർക്ക് കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ എൻ്റെ അറിവിൻ്റെ പരമാവധിയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട്, ഇപ്പോൾ തൃശ്ശൂർ SP ഓഫീസിലേക്ക് വരത്തേക്ക് അവിടുത്തെ സാറന്മാർക്ക് വരത്തേക്ക് ഞാൻ കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബിസിനസ് അങ്ങോട്ട് ഉഷാറായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഷോപ്പുള്ളത് മാറി 2 ഷോപ്പായി. അപ്പോൾ അതിൻ്റെ മൂത്ത ബ്രദർ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രദർ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആളും കൂട്ടിയിട്ട് ഞാൻ വെള്ളറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഷോപ്പ് ഇട്ട്, പന്നിത്തടം എന്ന് പറഞ്ഞ നമുക്ക് വീടിൻ്റെ അടുത്തടുത്തുള്ള 3 ഷോപ്പായി. ഈ ബ്രദർ സപ്പോർട്ട് ചെയ്യാൻ വന്നു. 10ാം ക്ലാസ്സായി. വെരി ഗുഡ്. ഏകദേശം അന്നത്തെ ഏകദേശം 80,000 രൂപയോളം എനിക്ക് അന്ന് വരുമാനം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മാസം വെരി ഗുഡ്. എനിക്ക് ലാഭം മാത്രം ഉണ്ടായിരുന്നു, പിന്നെ വേറെ സെയിൽസും കമ്മീഷനും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ മേഖല കമ്പ്യൂട്ടറാണ്, ഈ ഹാർഡ്വെയർ ആണ്. പക്ഷേ കാലഘട്ടം മാറുകയാണല്ലോ സാറേ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അടുത്തുള്ള കോൺകോഡ് സ്കൂള്, അപ്പോൾ ആ സ്കൂളിലും കമ്പ്യൂട്ടർ കാര്യങ്ങൾക്ക് ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ എന്നെ സ്പോൺസർ ചെയ്തു. +1 +2 ഇപ്പോഴത്തെ പോലെ തന്നെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാതെ എനിക്ക് എന്ത് ചെയ്തു, അവിടെ അവർ എന്നെ നേരിട്ട് അഡ്മിഷൻ. അപ്പോൾ ആ സ്കൂളിൽ ഞാൻ ഒരു സ്റ്റാർ ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് ഇനാഗുറേഷന് വേണ്ടി പോയിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്നെ നല്ല രീതിയിൽ സ്വീകരിച്ചു. ആ സ്കൂളിലെ IT ലാബും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ, പുതിയ കമ്പ്യൂട്ടറുകൾ ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയിട്ട് ആ സ്കൂളിന് വേണ്ടിയിട്ടൊരു 10-50 കമ്പ്യൂട്ടറുകളൊക്കെ പുതിയതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കോമൺലി പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ലാഭത്തിലാണത് അവിടെ ചെയ്ത് കൊടുക്കുന്നത്. വർക്കുകൾ വന്നു തുടങ്ങി കുറേ. അപ്പോൾ ആ സമയത്ത് ആ സ്കൂളിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് പന്നിത്തടം. അവിടെ ഞാൻ ഷോപ്പ് ഇട്ടു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് എളുപ്പമാണല്ലോ അവിടെ ഷോപ്പ് ഇട്ടു. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഞാൻ ചെല്ലുക, സ്റ്റാഫുകളൊക്കെ വെച്ചു, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കഴിഞ്ഞിട്ടുള്ള സ്റ്റാഫുകളൊക്കെ വെച്ചു. ഞാൻ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. മൂത്ത ബ്രദറും രണ്ടാമത്തെ ബ്രദറും എല്ലാവരും കൂടി 3 ബ്രദേഴ്സും കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ചെറിയ മുതലാളിയായി സ്കൂളിൽ. ഓക്കെ. അപ്പോൾ പിന്നെ +2 കഴിഞ്ഞു. സാധാരണ ജീവിതത്തിൽ എല്ലാവരും നോക്കി. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ പത്രങ്ങളിൽ വന്ന സമയം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ കൈരളി TV വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡുണ്ട്, നമ്മുടെ ശ്രീരാമൻ സാറിൻ്റെ. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു എപ്പിസോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലും സ്കൂളിലൊക്കെ വന്ന് അവരെന്നെ കുറിച്ചിട്ടൊരു എപ്പിസോഡ് എടുത്തു. അപ്പോൾ അതും നല്ല രീതിയിൽ ഒരാഴ്ചത്തോളം അന്ന് കൈരളി TV നല്ല രീതിയിൽ ഇപ്പോഴും ഉള്ള പോലെ തന്നെ നല്ല രീതിയിൽ കുറച്ചും കൂടി കൂടുതൽ പ്രേക്ഷകർ നോക്കിക്കാണുന്ന ഒരു ചാനലായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു എപ്പിസോഡായിരുന്നു. കുറേ ദിവസത്തോളം അത് സംപ്രേഷണം ചെയ്തു. അതിൽ നിന്ന് നല്ല രീതിയിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആ മൊബൈൽ നമ്പറിൽ അമേരിക്കയിൽ നിന്ന് ഇത് കണ്ടിട്ട് ഒരാൾ വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതൊക്കെ വലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു അനുമോദനം. അപ്പോൾ അങ്ങനെ കുറേ നല്ല മനുഷ്യർ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ കുറേ അച്ചീവ്മെൻറ്റുകൾ അന്ന് കിട്ടി. പിന്നെ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ +2 കഴിഞ്ഞപ്പോൾ ചോദ്യചിഹ്നം വന്നു, എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ അവൻ ഈ എല്ലാവരും നോക്കിക്കാണുന്ന ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ അടുത്തത് എന്ത്, അപ്പോഴാണ് ഈ IT തന്നെ IT എഞ്ചിനീയർ എന്നുള്ളൊരു പൊസിഷൻ. അപ്പോൾ ഞാനും IT എഞ്ചിനീയർ, കാരണം ഹാർഡ്വെയർ ആണല്ലോ മെക്കാനിക്കൽ. അപ്പോൾ എല്ലാവരും അന്നേ പറഞ്ഞിരുന്നു ഒരു IT എഞ്ചിനീയർ ആണ് അവൻ എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാന്നുള്ള രൂപമായി. എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക രൂപം വേണം. അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നെങ്കിൽ, കടങ്ങളൊക്കെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ കൂടി അതില്ലാത്ത കാരണം കൊണ്ട് കേരളത്തിൽ പഠിക്കുന്നതിന് പകരം തമിഴ്നാട്ടിൽ പോയിട്ട് പഠിക്കാം. എൻ്റെ ഒരു മാമനുണ്ട് അവിടെ. അപ്പം മൂപ്പര് അവിടെ പഠിപ്പിക്കാന്ന രൂപത്തിൽ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തു. കാരണം എല്ലാവരും പറഞ്ഞു ഇനി ഇതല്ല, വലിയ പഠിക്കാൻ പോകണം. അപ്പോൾ അതിനിടയിൽ HCL കമ്പനിയൊക്കെ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് വന്നിരുന്നു കേട്ടോ. HCLൻ്റെ ഒരു പഠനമൊക്കെ ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ അങ്ങനെ നമ്മളിഷ്ടത്തിന് പഠിക്കാന്നുള്ള രൂപത്തിൽ നിന്നിട്ട് അവരൊരു കമ്പ്യൂട്ടറൊക്കെ തന്നിട്ട് എനിക്കൊരു പൊതുവേദിയിൽ നിന്ന് ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ
ഇത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം മൈൻഡപ്പ് ചെയ്തു. ബിസിനസ് എല്ലാം നിർത്തി, ഇനി പഠനം, ഞാൻ എൻജിനീയറായിട്ട് വരാമെന്ന രൂപത്തിൽ പോകാൻ നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി ഒരു മാസം ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പോകാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് എല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീടിനോട് ചേർന്നിട്ട് ഒരു റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് പോയിട്ട് ഇങ്ങനെ എഞ്ചിനീയറിങ്ങിന് പോകുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റി വെച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ, അവർക്കൊക്കെ ഓൾറെഡി എന്നെ അറിയായിരുന്നു, വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവർ എന്നെ സ്പോൺസർ ചെയ്തു. കോളേജ് സ്പോൺസർ ചെയ്തു. 4 വർഷത്തെ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം അവർ സ്പോൺസർ ചെയ്തു. അപ്പോൾ ഞാൻ ഇനി എഞ്ചിനീയർ ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് അവിടെ ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ പഠിച്ചു. രണ്ടാമത്തെ വർഷം അപ്പോഴും കോളേജിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ NSS പോലെ സജീവമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാനുണ്ടായിരുന്നു. കോളേജിലും ഈ ആ സമയത്ത് ഷോപ്പുകൾ ഞാൻ തുറന്നില്ല ആ സമയത്ത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ, ഇപ്പോൾ ഈ കാലഘട്ടം മാറി, ഈ മേഖല മൊബൈലിലേക്ക് മാറി. അന്ന് ലാപ്ടോപ്പും കഴിഞ്ഞ് സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്ന സമയം നല്ല രീതി. അപ്പോൾ ഞാൻ അതിലൊരു ബിസിനസ് സാധ്യത കണ്ടിട്ട് പിന്നെ ഇനി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്മാർട്ട് ഫോണൊക്കെ ഉള്ള ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്തു. ഞാൻ ആദ്യത്തെ ഷോപ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെ ഞാൻ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഉള്ളിലൊരു സംരംഭകനുണ്ട് അപ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെ മൊബൈൽ ഷോപ്പ് കാരണം കാലഘട്ടം മാറി. അപ്പോൾ ഇനി കമ്പ്യൂട്ടറിനോടുള്ള ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അന്ന് ഓൾറെഡി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ചെയ്തു. കാരണം തിരൂരൊക്കെ എൻ്റെ വീടിനോട് കുറച്ച് സ്ഥലം 40 കിലോമീറ്റർ അപ്പുറത്തെ തിരൂർ, മലപ്പുറം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ പ്രൈസിനൊക്കെ മൊബൈൽ ആക്സസറീസ് കിട്ടും. പിന്നെ കുന്നംകുളമാണ് അടുത്ത നിയർ ടൗൺ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട മൊബൈലും കാര്യങ്ങളും. പിന്നെ ബന്ധങ്ങൾ നല്ലോണം ഉണ്ട് സാറേ. ഞാൻ അന്നും ഇന്നും ഏറെ സന്തോഷിക്കുന്ന ഒരു കാര്യം ബന്ധങ്ങളാണ്. അന്നത്തെ ബന്ധങ്ങൾ ഇന്നും ഉണ്ട്. അന്ന് ഇപ്പോഴും എന്നെ ഓരോ മേഖലയിൽ അറിയപ്പെടുന്ന ആളുകൾ, ആ ബന്ധങ്ങൾ ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഈ ബന്ധങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ ഈ ടെക്നോളജിക്കലി ഞാൻ കുറച്ച് ഉഷാറാണെന്നുള്ളൊരു തോന്നൽ എല്ലാവരും മനസ്സിലുള്ള കാരണം കൊണ്ട് എന്നെയാണ് മൊബൈൽ വാങ്ങണം ഏതാവും. അപ്പോഴാണ് ഞാൻ സാധ്യത മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഒരു ഷോപ്പ് തുടങ്ങി. കുഴപ്പമില്ലാണ്ട് ഈ മൊബൈൽ, അതേപോലെ കമ്പ്യൂട്ടർ മെക്കാനിക്, ലാപ്ടോപ്പിൻ്റെ സർവീസ്, ഡെസ്ക്ടോപ്പ് സർവീസൊക്കെ കൂടിയിട്ട് ഷോപ്പ് തുടങ്ങി. അപ്പോൾ എഞ്ചിനീയറിംഗ് കാലഘട്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങി ഇതേപോലെ അടുത്ത സ്ഥലത്ത്. കാരണം നല്ല ഉഷാറായിട്ടൊരു ഷോപ്പ് ടെക്നീഷ്യനൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ലൊക്കേഷനിൽ അടുത്ത ഷോപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷോപ്പ് ഇതേപോലെ അടുത്ത ടൗണിൽ മൂന്നാമത്തെ മൊബൈൽസ് നല്ല രീതിയിൽ എനിക്ക് നല്ല ഈ കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ ഇടയിൽ തന്നെ നമുക്ക് മൊബൈലിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കിട്ടിയിരുന്നു. അപ്പോൾ അതും കാരണം കൊണ്ട് 3 ഷോപ്പുകളും നല്ല രീതിയിൽ തന്നെ ഞാൻ പിന്നെയും കൊണ്ടുവന്നു. എഞ്ചിനീയറിംഗ് ഒരു 3-ാം വർഷമായി. അപ്പത്തിനും കാലഘട്ടം മാറി. അപ്പോൾ ഞാൻ ചിന്തിച്ചു അടുത്തത് എന്താ. കാരണം മൊബൈലിൻ്റെ കാലഘട്ടം ഇതായി വരുമ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ CCTV ക്യാമറയ്ക്ക് നല്ല ഡിമാൻഡ് വരുന്ന സമയമാണ്. അപ്പോൾ CCTV ക്യാമറ ഇൻസ്റ്റാളേഷൻ ഇതിനോട് ചേർന്നിട്ട് ആഡ് ഓൺ ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ ബെസ്റ്റ് നമുക്കറിയാവുന്ന എക്സിബിഷൻസിലൊക്കെ ഞാൻ പോയിട്ട് പുതിയ ടെക്നോളജി എന്താ വെച്ചെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്താണ് താങ്കൾ ഇതിനൊക്കെ പോകുന്നത്. അതെ. കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ദുബായിൽ വരെ വിസിറ്റ് ചെയ്യാൻ പോലും അവസരം കിട്ടിയിരുന്നു. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്നെ ദുബായിൽ കൊണ്ടുപോയി. 2013 അപ്പോൾ അന്ന് ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ ഡാറ്റാസൊക്കെ വേറെ പുറത്തുനിന്ന് ആരും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെ പോയിട്ട് കമ്പ്യൂട്ടർ അവർ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ദുബായൊക്കെ കാണാനുള്ള അവസരങ്ങളൊക്കെ അവർ എല്ലാവരും ഉണ്ടാക്കി തന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ബിസിനസ്സുകളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ക്യാമറ ബിസിനസ്സിലേക്ക് CCTV ക്യാമറ ബിസിനസ് നല്ല ബിസിനസ്സാണ് ഒരുപാട്. പക്ഷേ അത് ഈ 3 ഷോപ്പും അതിലെ എംപ്ലോയീസിനെയും വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അപ്പോൾ അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട് അവിടെ? അന്നൊരു 4 എംപ്ലോയീസാണ്. അടിക്കുകയാണ്, പക്ഷെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതെ, ഷോപ്പുകളിൽ ഓരോരുത്തരാണ് വേണ്ടുള്ളൂ. പിന്നെ ഈ CCTV ക്യാമറ സാലറി കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ CCTV ക്യാമറക്ക് വർക്കുള്ള ദിവസങ്ങളിലാണ് ആളുകൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ കൊണ്ടുപോകും, ഞാൻ തന്നെ നിൽക്കും. ഇന്ന് കേരളത്തിലെ ഏകദേശം 5ഓളം എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ വെച്ചിട്ടുള്ള ക്യാമറകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അത് 10,000-2000-ലധികം സ്ഥലങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ വെരി ഗുഡ് ഇപ്പോഴും നമുക്ക് ആ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്, അക്കേഷ്യ, സാറിനൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ അവരുടെ ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം സാറിനെ അവിടെയൊക്കെ, സാറിൻ്റെ ട്രെയിനിങ്ങിൽ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സാറിനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അക്കേഷ്യയുടെ ഭാരവാഹിത്വം കാര്യങ്ങളിലൊക്കെ പിന്നെ മുന്നിട്ട് വന്നു. അപ്പോഴും എക്സിബിഷൻസ് ഉണ്ട്. എക്സിബിഷൻസ് ഞാൻ ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ എവിടെയൊക്കെ എക്സിബിഷൻസ് ഉണ്ടോ ഞാൻ അവിടെ പോകും. എന്നാലേ നമുക്ക് അടുത്ത ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്തെങ്കിലും അപ്ഡേഷൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നതുപോലെ ഞാൻ ഈ CCTV ക്യാമറയിൽ ഓട്ടോമേഷൻ എക്സിബിഷൻ അടുത്ത കാലഘട്ടം അങ്ങോട്ടാണെന്നുള്ളത് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. IoT വരാൻ പോവുകയാണ്. അന്ന് ഞാൻ
സ്മാർട്ട് ഹോം എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ, അതിന് പോയി. ഡൽഹിയിൽ ലൈഫ് സെക് ഉണ്ട്, അതിന് പോയി. എന്നിട്ട് ഓട്ടോമേഷൻ സെഗ്മെൻ്റ് അന്ന് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. കാലഘട്ടം പിന്നെയും മാറി, CCTV ക്യാമറയിൽ നിന്ന് മാറിയിട്ട് ഓട്ടോമേഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ ഓട്ടോമേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചറിഞ്ഞു. 1-2 വലിയ കമ്പനികളുമായിട്ടൊക്കെ സംസാരിച്ചു. അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ചു. ഓരോന്നും നമ്മൾ പഠിക്കുകയാണല്ലോ. പഠിച്ചു. കാരണം കേരളത്തിൽ അത്യാവശ്യം എല്ലാ CCTV ചെയ്യുന്ന ആളുകളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ വളരെ എളുപ്പത്തിൽ എനിക്ക് ആളുകളെ പരിചയപ്പെടാനുള്ള കാര്യങ്ങളും അവർക്ക് എന്നോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, എന്തോ ദൈവത്തിൻ്റെ ഇതോ തോന്നുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നും ആ ബന്ധങ്ങളെല്ലാം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CCTV ക്യാമറ മാറി ഓട്ടോമേഷൻ വന്നു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എഞ്ചിനീയറിങ് 4 വർഷത്തെ കംപ്ലീറ്റ് ആയി, പൂർത്തിയായി, പാസ്സായി അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഈ ബിസിനസ്സുകളൊന്നും ഞാൻ പിന്നെ വൈൻഡപ്പ് ചെയ്തില്ല. മറ്റേ മുന്നേ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടാവേണ്ട വെച്ചിട്ട് നിർത്തിയില്ല. തോന്നിയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. സാർ നല്ലൊരു ചോദ്യം ചോദിച്ചാൽ. അപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഒരു ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയിൽ, അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ അവിടെ നിന്നിട്ട് തന്നെ ഞാൻ ഒന്ന് പോയി നോക്കാം, ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിർത്തിയിട്ട് ഞാൻ ഒന്ന് പോയി നോക്കാന്നുള്ള രൂപത്തിൽ. കാരണം എഞ്ചിനീയറിംഗ് ആണല്ലോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ ആവേണ്ടത്. ഞാൻ പോയിട്ട് അന്ന് നാട്ടിൽ 6000 രൂപയാണ് അവർ ശമ്പളം പറഞ്ഞത്. അപ്പം എനിക്കന്ന് ഏകദേശം 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം രൂപ അന്ന് വരുമാനമുണ്ട്. കടയിൽ നിന്ന് പല മേഖലയിൽ നിന്നുള്ള വരുമാനമുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് അവിടെ പോവുകയാണ്. അവിടെ പോയിട്ട് അവർ ആദ്യം എനിക്ക് തന്നത് ഡാറ്റ എൻട്രിയാണ്. എക്സലിലുള്ള ഡാറ്റ എൻട്രി തന്നു. എന്നാലും വേണ്ടില്ല, അവിടെ ഇരിക്കട്ടെ. കുറച്ച് ദിവസം ഞാൻ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞു പിടിച്ചിട്ട് ലാസ്റ്റ് വരുന്നത് CCTV ക്യാമറ ഇൻസ്റ്റാളേഷനാണ്. നമ്മളത് ഓൾറെഡി ഇവർക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന വരെ ഞാൻ കാണുന്ന വെൻഡേഴ്സാണ് കൊടുക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ CCTV ക്യാമറ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അന്ന് അങ്ങനെ ഒരു ബന്ധമുള്ള സമയത്ത് ഞാൻ ഓക്കെ നിങ്ങളത് നിർത്തിക്കോളും, ഞാൻ വേറെ പോയിക്കോളാം എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. എൻ്റെ ബിസിനസ്സുകളൊന്നും നിർത്തിയില്ല. ജോലി അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ജോലി പറ്റില്ല എന്നുള്ളത്. കാരണം രാവിലെ സമയത്തിന് പോയി ജോലിയിൽ കയറി. എന്നെ സംബന്ധിച്ചിടത്തോളം സാറിന് അറിയാം, ഒരു എംപ്ലോയി മൈൻഡ് സെറ്റും എംപ്ലോയർ മൈൻഡ് സെറ്റും രണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കുക, അതൊരു ഒരു വർക്ക് ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വേറൊരു സെഗ്മെൻറ്റാണ്. അപ്പോഴും എല്ലാവരും എന്നെ നോക്കിക്കാണുന്നത് ബിസിനസ്സുകാരനായിട്ടാണ്. ആ സമയത്ത് കൊറോണ കാലഘട്ടം വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു അപ്പോൾ എല്ലാ പരിപാടികളും നിർത്തിയിട്ട് വീട്ടിലിരിക്കുകയും എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ തിരിച്ചറിയാണ് എനിക്ക് വരുമാനമില്ല, ഒന്നുമില്ല, നിന്നു. ഞാൻ ക്യാമറ വെച്ചാലാണ്, ഷോപ്പുകളൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തെല്ലാം, എല്ലാ ഷോപ്പുകളും നിർത്തിയിട്ട് ഈ കൊറോണ വന്ന കാരണം കൊണ്ട് തുറക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കണം, എല്ലാവരും എന്നെ പറഞ്ഞിരുന്നു ബിസിനസ്സുകാരെന്ന്. അപ്പോൾ ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തു ഞാനില്ലെങ്കിലും എനിക്കൊരു വരുമാനം വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ബിസിനസ്സുകാരനാവും? സെൽഫ് എംപ്ലോയിഡ് ആണ് ഞാൻ, പക്ക സ്വയം തൊഴിൽ, സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എന്താണ്, നമുക്ക് എങ്ങനെയാണ് ബിസിനസ്. അപ്പോൾ സാറിനെ പോലുള്ള ആളുകളുടെ ഒരുപാട് ഈ യൂട്യൂബിലും ഇതിലൊക്കെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ആ കാലഘട്ടത്തിൽ കാണുകയാണ്. ഞാൻ ചെയ്യുന്നത് ശരിക്കും ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് തിരിച്ചറിഞ്ഞിട്ട് ഞാനില്ലെങ്കിലും എനിക്കൊരു ഇൻകം വരുന്നൊരു ബിസിനസ് വേണം, ആ ആഗ്രഹം മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ പരതാൻ തുടങ്ങി. എന്താണ് അടുത്തത്? ഈ പരതൽ കുറച്ച് കൂടുതലാണ്, എന്തിലും അടുത്തത് എന്തെന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ട്രെൻഡിങ് കോൺസെപ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റാണ്. കൊറോണയാണ് ആ സമയം. കൊറോണയാണ്. അപ്പോൾ എല്ലാവരും ഈ ഇൻ്റർനെറ്റിനെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയം. അപ്പോൾ ഞാൻ അന്നാണ് ഒരു ടീമിൻ്റെ അടുത്ത് ഒരു പ്രൊപ്പോസലായിട്ട് വരുന്നത്. നമുക്കിങ്ങനെ BSNLൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൽ പഴയ ലാൻഡ് ലൈൻ കണക്ഷനിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാമെന്നുള്ള രൂപത്തിൽ ഞാൻ പോയി. വീടിൻ്റെ അടുത്തുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി ഞങ്ങളെ കൂടി പോയിട്ട് അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ കുറേ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 1-2 മാസം ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ച് ഏരിയ എടുത്ത് ഫുള്ള് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രി 12 മണിക്കൊക്കെ റൂട്ടിലൊക്കെ പോയിട്ട് ഓരോ പോസ്റ്റിൻ്റെ എണ്ണം എടുക്കും, കാര്യങ്ങൾ നോക്കും, ഫൈബർ കൊണ്ടുപോകേണ്ട ലൈനിനെ കുറിച്ച് സ്ട്രക്ചറൊക്കെ പഠിക്കും. എന്നിട്ടൊക്കെ സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വാശികൾ വരാൽ ചില അനുഭവങ്ങൾ കൊണ്ടാണ്. വാശി വരുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അവിടുന്ന് എനിക്കൊരു അനുഭവം കിട്ടി. ആദ്യത്തെ ഞാൻ ഇയാളും അദ്ദേഹവും പിന്നെ ഒരു 3 ആൾ വേറെ പാർട്ട്ണർമാരും കൂട്ടിയിട്ട് ചെയ്യാം, പൈസ ഒക്കെ അദ്ദേഹം ഇറക്കാം, ഞാൻ ഇതിൻ്റെ കൂടെ കാര്യങ്ങൾ ചെയ്തിട്ട് ഉഷാറാക്കിയാൽ മതി എന്നുള്ളൊരു കരാറിലാണ് നിന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പുറത്ത് വന്നവർ എന്നെ അറിയാം. അപ്പോൾ അതിങ്ങനെ ചെയ്തിങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ആൾ ഒരു സുപ്രഭാതത്തിനോട് പറഞ്ഞു ഇനി ഇതിലില്ല, ഞങ്ങൾ നടത്തിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാശി ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ തൃശ്ശൂർ BSNL ഓഫീസിൽ വന്നിട്ട്
അവിടുത്തെ AGM-നെയും ഇവരൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഡ്രോയിങ് കംപ്ലീറ്റ് ഉണ്ട്, ഇതൊക്കെ ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്, എന്നെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർ വളരെ സന്തോഷകരമായിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള എക്സ്ചേഞ്ചിൻ്റെ ഒരു ഏരിയ തന്നെ എനിക്കവർ തന്നു. അവർ തന്നു. പക്ഷെ അത് തന്നാൽ കൂടി ഇതിന് ഫൈബർ ബിസിനസ് ആണല്ലോ, ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഇതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഞാനൊരു സ്ഥലത്തേക്ക് ക്യാമറ വയ്ക്കാൻ പോയ സമയത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, യൂസഫ് ഖാൻ എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളീനെ ഞാൻ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളി വലിയൊരു ബ്രാൻഡിൻ്റെ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഓണറാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രൊപ്പോസൽ അന്ന് വെച്ചപ്പോൾ പുള്ളി എന്നെ വളരെ സന്തോഷകരമായിട്ട് ഈ BSNL ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെനിക്ക് വലിയൊരു എമൗണ്ട് എന്നെ വിശ്വസിച്ചിട്ട് ആളെനിക്ക് ഇറക്കി തന്നു. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയായി. ഞാൻ അതിന് വേണ്ടി മാക്സിമം വർക്കൗട്ട് ചെയ്തു. വളരെ നല്ല രൂപത്തിൽ ഉഷാറായിട്ട് ഒറ്റ മാസം കൊണ്ട് എൻ്റെ 10, 100, 200 കണക്ഷൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് കയറ്റി. 100 കണക്ഷൻ്റെ അടുത്ത്. അത് ഭയങ്കര മാറ്റങ്ങൾ. റെക്കറിങ് ഇൻകം ഉണ്ട്. അതെ, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളില്ലെങ്കിലും ഒരു മാസം അവിടെ ഒരു കസ്റ്റമർ ബില്ല് അടച്ചു കഴിഞ്ഞാൽ അതിന് നിശ്ചിത ശതമാനം ആ ചെയ്തിട്ടുള്ള ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണത്. അപ്പോൾ ഫ്രാഞ്ചൈസിയാണത്. BSNLൻ്റെ ഒരു ഫ്രാഞ്ചൈസി മോഡലാണ്. അപ്പോഴാണ് ഞാൻ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരും പല സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തു. ഞാൻ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഗുണം കിട്ടിയത് ഞാൻ ഈ ടെക്നിക്കൽ മേഖലയിൽ വന്ന കാരണം കൊണ്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒക്കെ സപ്ലൈ നമുക്ക് ഫിനോലെക്സ് പോലുള്ള കമ്പനികളിൽ നിന്നൊക്കെ ഞാൻ ഡയറക്റ്റ് കേബിൾ എടുത്തിട്ട് ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തു. അതിനും അസോസിയേഷനും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ യൂട്ടിലൈസ് ചെയ്തു. അതിങ്ങനെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ കൊറോണ കാലഘട്ടമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിമാൻഡ് പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇത് മാത്രം പോരാ, അടുത്തത് വേണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അപ്പോഴും CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ച് നാട്ടിലേക്കൊരു CCTV ക്യാമറയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാൻഡിൻ്റെ പുതിയൊരു കോൺസെപ്റ്റ് ഞാൻ കാണുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് വാങ്ങി. ഒരു പ്രൊഡക്റ്റ് ആണ് വാങ്ങി, ഞാൻ കഴിച്ചു നോക്കി. എന്ത് സാധനമാണ് സാർ? കോലൈസ് എന്ന് കേട്ടു. പിന്നെ നമ്മുടെ പണ്ട് സ്കൂളിൽ കഴിച്ചു. അതെ. ആ കോലൈസിൻ്റെ ഞാനന്ന് ആദ്യമായിട്ട് അവിടെ നിന്ന് കാണുന്നത്. കോലൈസിനെ ഒരു 10 രൂപ മുതൽ കോലൈസുകളുടെ വെറൈറ്റി നമ്മളെ പഴയ സേമിയ ഐസൊക്കെ അല്ലേ, അതെ, അതിനെ പുതിയ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വേറൊരു ബ്രാൻഡിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത് കഴിച്ചപ്പോൾ 20 രൂപയേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഭയങ്കര സ്പാർക്ക് അടിച്ചു. സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ മറ്റേ സ്പാർക്ക് അടിച്ചപ്പോൾ ഞാനത് നേരെ അവരോട് പോയിട്ട് അന്വേഷിച്ചു, ഇതെങ്ങനെ എൻ്റെ നാട്ടിൽ കൊണ്ടുവരാം. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ പെരുമ്പിലാവാണ്. അപ്പോൾ അവിടെ ഫുഡ്, അപ്പോൾ അതിനോട് ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോഴാണ് അപ്പോൾ ഞാൻ വണ്ടിയുമ്പോൾ പോകുമ്പോൾ നല്ല സ്മെല്ലടിച്ചിട്ട് മറ്റേ ഈ നെയ്ച്ചോറ് കട ഉണ്ട് പല സ്ഥലത്തും മലബാർ ഏരിയയിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നാട്ടിൽ ഭക്ഷണത്തിൻ്റെ മെയിൻ സ്ഥലമാണ് പെരുമ്പിലാവ് എന്ന് പറഞ്ഞാൽ. രാത്രിയും പകലും ആളുകൾ എപ്പോഴും 24 മണിക്കൂറും ഭക്ഷണം കിട്ടാവുന്ന ഒരു സ്ഥലമാണ്. സാറൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ആളുകളും. ആ സ്ഥലത്ത് ഞാനൊരു സാധ്യത ഇതിന് കണ്ടു. ഞാൻ ഈ വിഷയം എൻ്റെ കയ്യിലൊന്ന് കുറച്ച് പൈസ ഉള്ള പൈസയൊക്കെ വെച്ചിട്ട് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ ഏകദേശം 1 ലക്ഷം രൂപയോളം വരും. പക്ഷേ പിന്നെ അവരെന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഞങ്ങളൊരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അപ്പോൾ നീ അതെടുക്കണ്ട, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തോളാം. അവർ വേറെ ഏതൊരു ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി. അതെ. ഫ്രാഞ്ചൈസി എടുത്ത ആളുകളെ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സന്തോഷമായി, കാരണം എനിക്ക് ആ 1 ലക്ഷം രൂപ അതിനെ ഇറക്കണ്ട. ഇവരും സപ്പോർട്ട് ചെയ്തു. ഞാൻ വളരെ നല്ല രൂപത്തിൽ എൻ്റെ നാട്ടിൽ അവരുടെ ബ്രാൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് എന്തൊക്കെ അത് വിജയിച്ചോ? അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പം ഞാൻ അവിടെ ആ സ്ഥാപനം അവിടെ ഇട്ടിട്ട് വളരെ നല്ല രൂപത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്തു. അന്നത്തെ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ആളുകൾ അത് മാത്രമായി. അന്നത് അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനതിൽ 1-2 സെലക്റ്റഡ് വ്ളോഗേഴ്സിനെ കൊണ്ട് ഞാനതിനെ എൻ്റെ നാട്ടിൽ ആ വ്ളോഗ് ഇട്ടിട്ട് നല്ലൊരു അടിപൊളി വ്ളോഗ് അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. അവരുടെ ഇത് ചെയ്യിപ്പിച്ചു. ഷെയർ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബന്ധങ്ങൾ, ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുള്ള ആ ഏരിയയിലെ 300ഓളം കുടുംബങ്ങളിലുള്ള എല്ലാ ആളുകളും ഇത് സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ പെരുമ്പിലാവിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ വൈറലായി ഭയങ്കര സെയിൽസ്. നാട്ടിൽ ഒരു ദിവസം 20,000 രൂപക്ക് മീതെ ഈ പോപ്സിക്കിൾസിൻ്റെ സെയിലിൻ്റെ ഒരു ഔട്ട്ലെറ്റിന് ആ ഒറ്റ ഔട്ട്ലെറ്റിൽ അപ്പോൾ സാറ് ചിന്തിക്കുക 20 രൂപയാണ് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില. അപ്പോൾ 20,000 രൂപയ്ക്ക് എത്ര പീസ് പോയിട്ടുണ്ടാവും? അത്രയും അധികം ആളുകൾ കയറി ഇറങ്ങിയിട്ട് ഈ സാധനം സക്സസ് ആയി, ഉഷാറായി. ആളുകൾ പല സ്ഥലത്തു നിന്നും
ചാവക്കാട് ഇത് വഴി വേറെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയോ? അതാ ഞാൻ അതിലേക്ക് പറഞ്ഞു. പല ആളുകളും നമ്മളോട് ഇതെങ്ങനെ തുടങ്ങാം, ഇപ്പോൾ പെരുമ്പിലാവിൽ നിന്ന് പകരം കുന്നംകുളത്ത് എങ്ങനെ തുടങ്ങാം, ചാവക്കാട് എങ്ങനെ തുടങ്ങാം, പല സ്ഥലത്തും. കാരണം അന്ന് ഇങ്ങോട്ട് ഇത് വന്നിട്ടില്ല. മലബാർ ഏരിയയിലുണ്ട്, പിന്നെ 1-2 നല്ല കമ്പനികൾ പല സ്ഥലത്തും ഉണ്ട് എന്നല്ലാതെ മെയിൻ സ്ഥലങ്ങൾക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. കൊച്ചിയിലൊക്കെ ഉണ്ട് എന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സാധ്യത അപ്പോൾ മനസ്സിലാക്കി. ഇത് ഫ്രാഞ്ചൈസി മോഡൽ നല്ല പരിപാടിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് കുറേ ഫ്രാഞ്ചൈസി എൻക്വയറി വന്നപ്പോൾ ഞാൻ അവരോട് പോയിട്ട് കമ്മിറ്റ്മെൻറ്റ് വെച്ചു, എനിക്കിങ്ങനെ ഞാൻ ഫ്രാഞ്ചൈസികൾ ഞാൻ തരാം, നിങ്ങൾക്കിത് എനിക്കെന്ത് തരാൻ പറ്റും, എനിക്കെന്ത് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞ് ഇന്നതുപോലെ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് അവർക്ക് ഞാൻ ഈ 10-15 ഫ്രാഞ്ചൈസി എൻക്വയറി വന്ന് അവർ കൈമാറ്റം ചെയ്തു. ഒരു 5-6 ഫ്രാഞ്ചൈസികൾ ഓപ്പണായിട്ട് പോകുന്നതിൻ്റെ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അവർക്ക് എന്തോ ഇപ്പം എന്താണെന്ന് അറിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഈ നിലവിലെ ഷോപ്പിലേക്ക് സാധനം തരുന്ന അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവരെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഫ്രാഞ്ചൈസികൾ ഞാൻ എൻ്റെ കെയർ ഓഫിൽ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട്, ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ എല്ലാ അധ്വാനവും, നാട്ടിലെല്ലാവരും എന്നെ അറിയപ്പെടുന്നത് ഇപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഓണർ. അതങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ. ആ നാട്ടിൽ ഇത് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് അവർ അതിന് ഓണറായിട്ട് കാണുക. ആ വെറൈറ്റി കൊണ്ടുവരുന്ന ഒരാളെന്നുള്ള രൂപത്തിലാണ് എന്നെ അവിടെ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായി. കാരണം മാനസികമായിട്ടും ആളുകളുടെ ഇടയിൽ നമ്മൾ തുടങ്ങിയ സാധനങ്ങൾ പൂട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പല ഷോപ്പുകളും ക്ലോസ് ചെയ്ത് പോകുന്ന സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മുമ്പ്, ഈ കൊറോണ വന്നിട്ടും ഇതൊക്കെ ആയിട്ടും. പിന്നെ ഇതിലേക്കാണ് ഫോക്കസ് ചെയ്തത്. പെട്ടെന്ന് ഭയങ്കര വാശി കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വാശി ഇതിലും വന്നു. വാശി മീൻസ് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളിതിനെ എങ്ങനെയെങ്കിലും, അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനിത് ചെയ്യും, എനിക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തു പറയും. ഫ്രാഞ്ചൈസികൾ 10-15 ആളുകൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അവർക്ക് തുടങ്ങണം, എന്നെ വിശ്വസിച്ചിട്ട് ഞാനിത് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഇപ്പോഴും ഉണ്ട്. ആ ഫ്രാഞ്ചൈസിക്കാരൻ ഞാനിത് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 6 മാസത്തോളം അയാൾ ആ റൂമും വാടകയും കൊടുത്തിട്ട് ആ റൂം അവിടെ മേടിച്ചിട്ട്. വെരി ഗുഡ്. ഫസ്റ്റ് ഫ്രാഞ്ചൈസിക്കാരൻ ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് പിന്നെ എനിക്ക് ഓൾറെഡി അറിയാം ഈ എക്സിബിഷൻസിനും. ഇപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഒരു ഏകദേശം 6 മാസത്തോളം ഞാൻ ഈ ബ്രാൻഡിൻ്റെ ഒപ്പം നിന്നിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ബ്രാൻഡായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഈ മേഖലയിലുള്ള എന്ത് എക്സിബിഷൻസ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ പഠിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ചിട്ട്. എന്നിട്ട് ഇതിനെ പഠിച്ച കാര്യങ്ങൾ ഇവരെടുത്ത് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവരും അത് സപ്പോർട്ട് ചെയ്യും, കാര്യങ്ങൾ ചെയ്തുതരും. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ നല്ല പ്രൊഡക്റ്റ് ആക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ പിന്നെ ഈ സമയത്താണ് എനിക്ക് ഇവർ ഈ സാധനം തരാണ്ടായത്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആ തരാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടുകളും. ഞാനെന്ത് ചെയ്തു, ഈ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അപ്പോഴാണ് മുമ്പ് എന്നെ സഹായിച്ച മനുഷ്യനാണ് യൂസഫ് ഖാട് പോയിട്ട് ഞാനിങ്ങനെ അപ്പോൾ യൂസഫ് ഖാക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആളെടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ യൂസഫ് ഖാ എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ യൂസഫ് ഖാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് ഇത് വരിക, നമുക്കിതുപോലെ ചെയ്യാം, എത്ര ഫ്രാഞ്ചൈസികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെന്നെ വിശ്വസിച്ചിട്ട് വലിയൊരു എമൗണ്ട് എനിക്ക് ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് തന്നു. ആളിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അതുമാത്രമല്ല ഞാൻ പല കാര്യങ്ങളും ഇപ്പം ഞങ്ങളുടെ ബ്രാൻഡ്, ഞാനൊരു പേര് ഐസ് സ്പോട്ട് യെസ് ഐസ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഐസ് കിട്ടുന്ന സ്ഥലം, അത്രയാണ് അതിന് ഉദ്ദേശമുള്ളൂ. ട്രേഡ്മാർക്ക് ചെയ്തു, കമ്പനി രജിസ്റ്റർ ചെയ്തു, ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു കാര്യത്തിൽ ഞാൻ യൂസഫ് ഖാട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇത് ചെയ്തു. കാരണം എനിക്ക് മറ്റുള്ള ബ്രാൻഡിൻ്റെ എക്സ്പീരിയൻസോടെ നമുക്കറിയാം. എൻ്റെ വിഷൻ വേറെ ആയതുകൊണ്ട് ഞാൻ യൂസഫ് ഖാട് പറഞ്ഞു, ഞാൻ വേറൊരു സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് ലാഭം കുറവായിരിക്കും, അടുത്ത് വരുന്നതിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മളൊരു കാരണവശാലും കുറയ്ക്കാതെ റിയൽ കണ്ടൻസ് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ലാഭം, വളരെ ചെറിയ ലാഭം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇനി വരുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ ആളും എന്നോട് വളരെ പോസിറ്റീവായിട്ട്, ആളും അത്തരത്തിലൊരു മൈൻഡ് സെറ്റുള്ള ആളാണ്, നല്ലത് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ഒരാളാണ് ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ആൾ പറയുന്നൊരു കാര്യം, എപ്പോഴും നല്ല പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മളുടെ കോലൈസ്, അപ്പോൾ ഐസ്ക്രീം. അപ്പോൾ ഞാനതിൽ ഈ കോലൈസിൽ തന്നെ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് ഓറിയോയുടെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എസെൻസ് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് അവൈലബിൾ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കാം. ഒരുവിധം എല്ലാവരും കോമൺലി ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് വ്യത്യസ്തത കണ്ടു. റിയൽ ഓറിയോ തന്നെ യൂസ് ചെയ്യാം, പ്രൈസ് കൂടിയാലും നമുക്ക് ഇച്ചിരി ലാഭം കുറയും, അതിനുള്ള ചെയ്താൽ മതിയല്ലോ.
അപ്പോൾ ആ സാധനം തന്നെ പിന്നെ മറ്റുള്ള എക്സിബിഷൻസിലൊക്കെ പോയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ നല്ലൊരു സംഭവം ഡെവലപ്പ് ചെയ്തു. അതിൽ ഫോക്കസ് ചെയ്തു. 1% പോലും അതിൽ വേറെ കോൺസെപ്റ്റുകൾ വരരുത്. ആ റിയൽ കണ്ടന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ കോലൈസ് ഹിറ്റായോ? ഒറ്റ അടിക്ക് നമ്മൾ ആദ്യത്തെ ഒരു 5ഓളം ഫ്രാഞ്ചൈസി ആദ്യം തുടങ്ങി. പിന്നെ അത് 10 പിന്നെ 15. തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് ഇന്നും ഐസ്പോർട്ടിൻ്റെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമ്മൾ. എത്ര ഫ്രാഞ്ചൈസി ആയി പിന്നീട്? ഇന്ന് നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടി 160-ലധികം ഫ്രാഞ്ചൈസികൾ. എക്സലന്റ്. താങ്ക് യു സർ. എത്ര നാളുണ്ട്? 1.5 വർഷം. ഇപ്പോൾ 2 വർഷമായി സർ. ഏകദേശം 2 വർഷം കൊണ്ട് താങ്കൾക്ക് ഇത്രയും ഫ്രാഞ്ചൈസി കേരളത്തിലും തമിഴ്നാട്ടിലും കൂടിയിട്ട് ഏകദേശം 160. അതിന്റെ എത്ര ഫ്ലേവേഴ്സ് ഉണ്ട്? 40 ഫ്ലേവേഴ്സ് നിലവിൽ കോലൈസിന്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. മെയിൻ പ്രൊഡക്റ്റ് അത് മാത്രമല്ല. അപ്പോൾ അടുത്ത താങ്കൾ പറഞ്ഞു എന്തോ ഒരു വലിയ സാധനം വരാൻ. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോലൈസിൻ്റെ കച്ചവടം കൊണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ലാഭമാണ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകൾക്കും ചെറിയ ലാഭം കിട്ടുള്ളൂ. കാരണം നല്ല പ്രോഡക്റ്റ് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫ്രാഞ്ചൈസികൾ കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയ പെർസെൻറ്റേജിലാണ് നമ്മൾ ഇതിൻ്റെ ലാഭം ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിയ കാരണം കൊണ്ട്. എന്നാൽ മാർക്കറ്റിൽ മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റിനോട് കോമ്പറ്റ് ചെയ്യും വേണം പ്രൈസിൽ. അത് കാരണം കൊണ്ട് നമുക്ക് ചെറിയ പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ പ്രയാസമാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അടുത്തതെന്തെന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാനത് ചിന്തിച്ച് വെച്ചിരുന്നു. നമുക്കൊരു ഐസ്ക്രീം ബ്രാൻഡാണ് അൾട്ടിമേറ്റ്ലി ഞങ്ങൾ എയിം ചെയ്തിരുന്നത്. വെരി ഗുഡ്. എന്ത് പേരിൽ? ആൽമണ്ട് ഡയറി എന്നുള്ള പേരിൽ ഞാനൊരു ഐസ്ക്രീം ബ്രാൻഡ്. ആൽമണ്ട് ഡയറി. യെസ്, ഒരു ഡയറി ബ്രാൻഡാണല്ലോ. ഞാനത് ട്രേഡ് മാർക്ക് ചെയ്തു. നല്ലൊരു ലോഗോ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അതിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഐസ്ക്രീംസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അതിൽ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെ ഇതിലും ഞങ്ങൾ തീരുമാനിച്ചു. കാരണം നല്ല ക്വാളിറ്റിയിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്താൽ മാർക്കറ്റിൽ കേരളത്തിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ നന്നായി റിസർച്ച് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും. എവിടെയൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഗൾഫ് ഫുഡിൽ നിന്നാണ് വരുന്നത്. സാറിന് അറിയാലോ, ഗൾഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വലിയ കമ്പനികളും വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇൻ്റർനാഷണൽ തലത്തിലുള്ള എല്ലാ എക്സിബിഷൻസിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കോൺഫറൻസുകളിലും ഞാൻ അറ്റൻഡ് ചെയ്തു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടീമിനായിട്ട്. എത്ര പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക്? 2 ബ്രാൻഡുകളുള്ളത്. ഒന്ന് ഐസ്പോർട്ടും ഒന്ന് ആൽമണ്ട് ഡയറിയും. അപ്പോൾ ഞാനതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ബ്രാൻഡിൻ്റെ പ്രത്യേകത കൂടി ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സെക്കൻഡറി ഇൻകം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മളെ ഫ്രാഞ്ചൈസികളെ കൊണ്ടുപോകാറ്. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡറി ഒരു ഇൻകം കിട്ടുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഫ്രാഞ്ചൈസി മോഡലിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ തന്നെ സാറിനറിയാം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറൊക്കെ 1000 CR ഐസ്ക്രീം ഇൻഡസ്ട്രിയുടെ കേരളത്തിലെ മാർക്കറ്റ് സൈസ്. അപ്പോൾ അതിലും 80% പ്രാദേശിക കമ്പനികളാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, ആർക്കും ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ട കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഐസ്ക്രീം ബ്രാൻഡ് ആൽമണ്ട് ഡയറി എന്നുള്ള പേരിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൽമണ്ട് ഡയറി എന്നുള്ള പേരിൽ ഒറിജിനൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് പക്കാ ഒറിജിനൽ ക്വാളിറ്റി, സാറ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ പ്രൊഡക്റ്റ്. അപ്പോൾ ആ ഒറിജിനൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാകുന്ന ഐസ്ക്രീംസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രൂപത്തിൽ ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാലത്ത് R&D കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മളുടെ ഒരു പോപ്സിക്കിൾസിൻ്റെ ഒരു നമ്മുടെ എന്താ പറയുക മിൽക്ക് ബാറിൻ്റെ കോൺസെപ്റ്റ് തന്നെ പറയാം. സാധാരണ ചോക്കോ ബാർ സാറിന് അറിയുണ്ടാവും, ഔട്ട് സൈഡ് ചോക്ലേറ്റും ഉള്ളിൽ വാനിലയും. എപ്പോഴും അങ്ങനെ തന്നെ. ഇനി അത് ട്രഡീഷണലി വന്നിട്ടുള്ള മെത്തേഡ് അതാണ്. പിന്നെ മാംഗോ ബാർ, ഔട്ട് സൈഡ് മാംഗോയുടെ ഒരു പൾപ്പും ഉള്ളിൽ വാനില. അതെന്താണ്, വാനില വില കുറവാണോ? വാനിലയാണ് ഐസ്ക്രീമിൽ ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന. അപ്പം നമ്മൾ ആ ഒരു ട്രഡീഷണൽ മെത്തേഡിനെ കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ട് ഔട്ട് സൈഡ് പ്രീമിയം ചോക്ലേറ്റും ഉള്ളിലെ റിയൽ കണ്ടൻറ്റും നമ്മളാണ് ഇവിടെ ഫസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം ഒരു 11ഓളം ഫ്ലേവേഴ്സിൽ ഞങ്ങൾ ബ്ലൂബെറി, ചിക്കു, അൽഫോൺസോ മാംഗോ, അവക്കാഡോ എന്നുള്ളൊക്കെ പേരിൽ. അപ്പോൾ ഇപ്പോൾ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ്? 100 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിൽ തമിഴ്നാട്ടിലും കൂടി 100 മീത ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമുക്ക് എത്ര ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ സാധനങ്ങളുണ്ടാവും? ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്നെ ഇപ്പോൾ ഒരു 10,000-ഓളമൊക്കെ വരുന്ന ഷോപ്പുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ മാത്രമായിട്ടല്ല, പല കമ്പനികളുടെയും കൂടി ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ സംഭവം ഹിറ്റായി. തീർച്ചയായിട്ടും സാർ, ഇനി ഹിറ്റാവണം. ഉഷാറാ, ഞങ്ങൾ തുടക്കക്കാരാണ് ഇപ്പോഴും. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ? നമ്മളെ ഫാക്ടറിയിലൊക്കെ കൂടിയിട്ട് ഒരു 100-100-ലധികം ആളുകളുണ്ട്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 10-500-ലധികം കുടുംബങ്ങൾ നമ്മളുടെ ഈ ഒരൊറ്റ. എക്സലന്റ്.
8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4 പേർക്ക് തൊഴിൽ കൊടുത്ത ആളാണ്. ഇന്നിപ്പോൾ 500ഓളം പേരിലെത്തി എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഭാവി സ്വപ്നം എന്താണ്? അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ സന്തോഷിക്കുന്നത്. എപ്പോഴും സാറിൻ്റെ കോൺഫറൻസുകളിലും ബിസ്കോണിലൊക്കെ പറയുന്ന പോലെ 10,000-ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന, ഇപ്പോൾ കഴിഞ്ഞ ബിസ്കോണിലും പറഞ്ഞിരുന്നല്ലോ, 10,000-ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ദാതാവായി മാറുക എന്നുള്ളൊരു ഉദ്ദേശമാണ് മനസ്സിൽ. അതോടൊപ്പം തന്നെ ഇന്ന് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് കേരളത്തിൽ തന്നെ പ്രമുഖ പേരിലുള്ള ഒരു ഐസ്ക്രീം ബ്രാൻഡിലേക്ക് ഞങ്ങൾ മാറും. ആൽമണ്ട് ഡയറീനെ നമ്മൾ മാറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ തമിഴ്നാട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കർണാടക ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിൽ തന്നെ വരുന്ന വർഷങ്ങൾ കൊണ്ട്, അടുത്തൊരു 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ബ്രാൻഡ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. തീർച്ചയായിട്ടും ഞങ്ങളതാക്കും. ഇനി അതുമാത്രമല്ല, അടുത്ത ഐസ്പോർട്ടിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മളിപ്പോൾ കൊണ്ടുപോവുകയാണ്. കാരണം ഞാനിപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രീമിയം ടൈപ്പ് ഐസ്ക്രീംസ്, മറ്റുള്ള പല രാജ്യങ്ങളിലെയും ഇറ്റാലിയൻ ഐസ്ക്രീംസ്, തായ്വാൻ്റെ ഐസ്ക്രീംസ്, അതേപോലെ മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലത്തെ കുറച്ച് ഐസ്ക്രീംസ് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ, ചൈനീസ് ഐസ്ക്രീംസൊക്കെ നമ്മളിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് ഐസ്പോർട്ടിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. എക്സലൻറ്റ്. അതിനിടയിൽ അബൂബക്കറിൻ്റെ ഈ ഐസ്ക്രീം നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ കഴിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്തായിരുന്നു സംഭവം? തീർച്ചയായിട്ടും സാർ, ഞാനത് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു അവസരം കിട്ടുമായിരുന്നു. നമ്മുടെ അമ്മ അസോസിയേഷൻ, നമ്മുടെ മലയാള സിനിമാ താരങ്ങളുടെ അമ്മ അസോസിയേഷൻ്റെ ഒരു കുടുംബസംഗമം ഈ വർഷം നടന്നിരുന്നു. അപ്പോൾ അതിലേക്കൊരു അവസരം നമുക്കവർ തന്നു. പ്രൊഡക്റ്റ് എല്ലാം കഴിച്ചു. ഞാൻ ആ ചിത്രങ്ങൾ കണ്ടില്ല, ലാലേട്ടൻ മമ്മൂക്കൊക്കെ വലിയൊരു സദസ്സായിരുന്നു. അതെ അതെ. അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന ഒരു അപൂർവ നിമിഷമായിരുന്നു അത്. അവരുടെ കുടുംബങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു വേദി, കുടുംബ സംഗമമായിരുന്നു പ്രാവശ്യത്തെ. മലയാള സിനിമയിലെ എല്ലാവരും നിങ്ങൾ ഐസ്ക്രീം കഴിപ്പിച്ചു. തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സും ഒരുവിധം കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 1-2 ആളുകൾ എന്നെ പേഴ്സണലി തന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചിട്ട് എന്നോട് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പോഴും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അമ്മ സംഘടന ഒരു അവാർഡൊക്കെ തന്നു. അതെ, ഒരു മൂമെൻ്റ് ഒക്കെ നമുക്ക് തന്നിരുന്നു അവിടെ പങ്കെടുത്തത്. 7ാം ക്ലാസ്സിൽ ആ കുസൃതി വികൃതി കാണിച്ച് അടി വാങ്ങി ഉമ്മ പിടിച്ചിരുത്തി ഉപദേശിച്ച് മാനസാന്തരപ്പെട്ട ഒരു സംരംഭകനാണ് നിങ്ങൾ. ആ പ്രായത്തിലെ സംരംഭകനായതാണ്. തീർച്ചയായിട്ടും. ഉമ്മ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. ഉമ്മ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ മുസ്ലിംസിൻ്റെ ഹജ്ജ് ഉംറ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഉംറയുടെ ലേഡീസിൻ്റെ അമീർ ഗൈഡായിട്ട് പോകുന്നു. ഉമ്മ വളരെ ഇപ്പോൾ വന്നുള്ളൂ, സൗദിയിൽ പോയിട്ട് വന്നുള്ളൂ. ഇനി പ്രാവശ്യത്തെ ഹജ്ജിനും ഉമ്മ പോകുന്നുണ്ട്. ഉമ്മ വളരെ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. ഉമ്മ ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ പല ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ ഉമ്മ ഹജ്ജിനും ഉംറക്കും ആളുകൾ ഇവിടുന്ന് 10-50ഓളം ആളുകളൊക്കെ കൊണ്ടുപോയിട്ട് ഉംറക്ക് കൊണ്ടുവരും. വളരെ ഹാപ്പിയാണ്, വളരെ ആക്റ്റീവാണ്. അബൂബക്കറും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾ കേട്ടു അബൂബക്കർ എന്ന ഈ സ്പാർക്കുള്ള ചെറുപ്പക്കാരൻ്റെ സ്പാർക്കുള്ള കഥ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഒരു ഫുട്ബോൾ പോസ്റ്റ് കത്തിച്ച വികൃതിയാണ് അദ്ദേഹം. പക്ഷെ അതിന് കിട്ടിയ അടിയും ഉമ്മ കൊടുത്ത ഉപദേശവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്പാർക്കായിരുന്നു. അന്നുള്ള ആ സ്പാർക്ക് ഇന്ന് വരെ കെട്ടിട്ടില്ല. എന്തു കാര്യത്തിനും ഒരവസരം കണ്ടാൽ ആ അവസരം എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് വാശിയോടുകൂടി അത് പഠിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയം വരിക്കും എന്ന് കാണിച്ചു തരുന്നൊരു ചെറുപ്പക്കാരനാണ് അബൂബക്കർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കകാലത്തുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തരണം ചെയ്ത് കഴിഞ്ഞു. അധ്വാനിയാണ്. പഠനത്തിനോടൊപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും സംരംഭം നടത്തി വിജയിപ്പിക്കാൻ പരിശ്രമിക്കുകയും അദ്ദേഹം ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇന്ന് ഐസ്ക്രീം ആൽമണ്ട് ഡയറി എന്ന നല്ലൊരു ബ്രാൻഡുമായി നമ്മളൊക്കെ കണ്ടിരുന്ന ആ കോൽ ഐസ് എന്ന് പറയുന്നൊരു സാധനം എടുത്ത് ബ്രാൻഡാക്കി അത് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വിതരണം ചെയ്ത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിക്കുക, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അന്നത്തെ കാലത്ത് ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ തുടങ്ങി ഇന്ന് 500ഓളം കുടുംബങ്ങൾ അതുമായി സഹകരിച്ച് കഴിയുന്നു, അവരുടെ കുടുംബവും കഴിയുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, അബൂബക്കർ നമ്മളെപ്പോലുള്ള പല ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിൻ്റെ സ്പാർക്ക് പടരണം. നിരവധി ചെറുപ്പക്കാർ ഇതുപോലെ സ്വപ്നങ്ങൾ കാണണം, സംരംഭങ്ങളിലേക്ക് ഇറങ്ങണം, അത് വിജയിപ്പിക്കണം, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനാവണം. അബൂബക്കർ, വളരെ സന്തോഷമുണ്ട് താങ്കൾ എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ വന്ന് നമ്മൾ ഈ കഥ എന്നോട് പറയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഇവിടെ വന്നിരുന്ന് ഇത് സമൂഹത്തോട് വിളിച്ച് പറയണമെന്ന്. അന്നേ ഒരു ആഗ്രഹമായിരുന്നു. വളരെ സ്പാർക്കുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. വളരെ ചെറുപ്രായത്തിൽ വഴി തെറ്റിപ്പോയേക്കാമെന്ന സാഹചര്യങ്ങളിൽ നിന്ന് വഴിമാറി താങ്കൾ ജീവിതത്തിൽ ഉമ്മ തന്ന മൂല്യം
അത് പിടിച്ചെടുത്ത് അതിൽ നിന്ന് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല അബൂബക്കറിൻ്റെ ലോകമെന്ന് എനിക്കറിയാം. ഇതിനേക്കാളും ഒക്കെ വലിയ വിജയങ്ങൾ നേടണം, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കണം, ഉണ്ടാകുന്ന ആ ബ്രാൻഡ് എന്ന് പറയുന്ന സാധനം വളർത്തണം. അത് പാഷനേറ്റായിട്ട് തന്നെ വളർത്തണം. നാളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ല വലിയ സംരംഭകനായി തീരട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ, താങ്ക് യു.